ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും മനോരമ ഹൊറൈസന്റെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർഗാനിക് കമ്പൗണ്ട്സിന്റെ ചാപ്റ്റർ തുടങ്ങിയല്ലേ. നിങ്ങൾ എന്ത് പഠിച്ചു? നോമൻക്ലേച്ചർ, പല ഓർഗാനിക് കമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ഐസോമർസ് എന്ന് പറഞ്ഞൊരു പോർഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ വീഡിയോയിലുള്ള ക്യാരക്ടേഴ്സ്, അതായത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ആൾക്കാർ ഏതൊക്കെയാണെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത ഈ മീമം നിങ്ങൾ നോക്കിയേ. എന്താ കാണുന്നത്? നമ്മൾ CID മൂസ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ രസകരമായ രംഗമാണ്. അതായത് നമ്മുടെ നായകനായിട്ടുള്ള മൂസയുടെ അളിയൻ കഥാപാത്രമുണ്ട്. ഓക്കെ, കർണൻ കർണൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ, സ്വയം കരുണൻ എന്നാണ് പേര്, കർണൻ എന്ന് വിളിക്കുന്ന ഒരു പുള്ളിക്കാരൻ. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പം ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള പുള്ളിക്കാരന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ CID മൂസയെ ഏൽപ്പിച്ചിട്ട്, അതായത് സഹദേവനെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ ഗൾഫിലോട്ട് പോകും. അപ്പൊ അതിനു മുമ്പ് പുള്ളിക്കാരന്റെ കയ്യിലുള്ള ഒരു കാറ് കാണിച്ചിട്ട് ആ കാറിന്റെ പ്രത്യേകതകൾ വിവരിക്കുന്ന ഒരു സീനായത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഈ കാറും ഈ ക്ലാസ്സുമായിട്ട് എന്താ ബന്ധം എന്നല്ലേ? ബന്ധമുണ്ട്. ഈ കാറിന്റെ പ്രത്യേകത എന്താണ്? ഈ സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലായി. ഇതിന്റെ ക്ലൈമാക്സ് സീനിലോട്ട് എടുക്കുമ്പോൾ ഈ കാറിൽ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. മുളക് പൊടി തെറിക്കുന്നുണ്ട്, ഗോലി പോകുന്നുണ്ട്, ടാറ് പോകുന്നുണ്ട്, പുക വിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കാറാണ്. പല സ്വിച്ചുകൾ നിൽക്കുക, പലതരം ഓപ്ഷൻസ് ഉള്ളതാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു കാറിന്റെ ഞാനൊന്ന് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കാറിൽ ജനറലി ഒരു കാറിന്റെ പ്രത്യേകത വെച്ചാൽ കാർ ഓടിക്കാം. അതുപോലെ തന്നെ ഈ കാറിലും അടിയിൽ ഒരു തുളയുണ്ട്. എന്താണ്? അഥവാ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ആളി സഹായമില്ലാതെ നമുക്ക് തന്നെ തള്ളിപ്പോവാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, ഡിറ്റക്റ്റീവ് പറയുന്നത്. സോ ഇതെന്താ കാണിക്കുന്നത്? നമ്മുടെ ജനറൽ ആയിട്ട് കാറിന്റെ പ്രത്യേകതകൾ കുറച്ചുണ്ട്. പക്ഷെ അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണൽ ചേർത്തപ്പോൾ എന്താണ്? കാറിന്റെ പ്രത്യേകതകൾ കുറച്ച് മാറ്റം വന്നു അല്ലേ? കുറച്ച് അഡീഷണൽ പ്രത്യേകതകൾ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തപ്പോൾ കാറിന്റെ ആ ഒരു നേച്ചറേ മാറി. പുള്ളിക്കാരൻ തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ജെയിംസ് ബോണ്ടിന്റെ അടുത്ത് പോലും ഈ ഒരു കാറില്ല. കാരണം എന്താ? ഈ കാർ എന്റെ കയ്യിലിരിക്കല്ലേ എന്ന് പറഞ്ഞൊരു തമാശക്ക് ഡയലോഗ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ജനറലി ആയിട്ടുള്ള കാറിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്താണ്? വണ്ടി ഓടിക്കുക, പെട്രോളിൽ ഓടിക്കുന്നു അല്ലെ, ഹോൺ ഉണ്ട്, അതുപോലെ നമുക്ക് റിവേഴ്സ് അടിക്കാം, സ്റ്റിയറിംഗ് വെച്ചിട്ട് നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ തിരിക്കാൻ പറ്റും. അങ്ങനെ പല പ്രത്യേകതകളും ഉണ്ട്. പക്ഷേ ഈ എക്സ്ട്രാ പ്രത്യേകത, അതായത് ഇപ്പൊ മുളക് പൊടി വിതരണം എന്നുള്ള കാറിന്റെ ഒരു പ്രത്യേകതയല്ല. എന്നാൽ അതിന്റെ ആ ഒരു സെറ്റപ്പും അതിന്റെ ഒരു മെക്കാനിസം കൂടി കാറിൽ ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഈ കാർ വഴി മുളക് പൊടി പരത്താനുള്ള ഐഡിയ കിട്ടി. അതുപോലെ തന്നെ ഗോലി വരുന്ന ഒരു സെറ്റപ്പ് ആക്കിയപ്പോൾ എന്തായി? ഒരു സ്വിച്ച് അമർത്തിയ ഗോലികൾ പുറത്തോട്ട് പോകുന്നു, അല്ല ഒരു സ്വിച്ച് അമർത്തിയ എന്താണ്, ടാറ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? കുറച്ച് അഡീഷണൽ ഫിറ്റിങ്സ് വന്നപ്പം നമ്മൾ ആ കാറിന്റെ പ്രോപ്പർട്ടീസ് തന്നെ ആകെ മൊത്തത്തിൽ മാറി അല്ലേ? കാറിന്റെ ആ ഒരു നേച്ചർ തന്നെ മൊത്തത്തിലങ്ങ് മാറി. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, അതായത് ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. എന്താണ്? അതിൽ കാർബൺ, ഹൈഡ്രജൻ ഒക്കെ അടങ്ങിയിട്ടുള്ള കമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് കമ്പൗണ്ട്സ് അല്ലെ. ജനറലി നമ്മൾ ഹൈഡ്രജനും കാർബണും ഉള്ളതുകൊണ്ട് അതിന് വേറൊരു പേരും പിടിക്കും. എന്താ മക്കളെ നമ്മൾ അതിന് പേര് വിളിച്ചത്? അതെ, നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മിച്ച പേര് തന്നെയാണ്. എന്താണ്? ഹൈഡ്രോ കാർബൺസ് എന്ന് കൂടി നമ്മൾ വിളിക്കും. എന്താണ്? ഹൈഡ്രജനും കാർബണും ഉണ്ടല്ലോ, അതുകൊണ്ട് ഹൈഡ്രോ കാർബൺസ് പഠിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് പേരിൽ നമ്മൾ അവർ വിളിക്കുന്നു. എന്താണ്? ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു. നോമൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചു, ബ്രാഞ്ച് വരുന്ന കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓർഗാനിക് കമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് നമ്മൾ പറയുമ്പോൾ എന്താണ്? ആകെ നമ്മൾ കാർബണയും ഹൈഡ്രജനും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മളല്ലേ, നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറാണ്, നമ്മുടെ നേച്ചറാണ്. ഒരിക്കലും ഒന്നോ രണ്ടോ എലമെന്റ് കൊണ്ട് മാത്രം ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നത്? വേറെയും എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചുറ്റും കാണുന്ന കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ഈ നോൺ മെറ്റൽസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? നമ്മൾ ചുറ്റും കാണുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് മാത്രമല്ല, ഒരുപാട് എലമെന്റ്സ് അതിന്റെ സംയുക്തങ്ങളായിട്ട്, അതായത് കമ്പൗണ്ട്സുകളായിട്ടും അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫോമിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കമ്പൗണ്ട്സിന്റെ കാര്യം എടുത്താൽ വെറും ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. കാരണം എന്താണ്? കാർബണും ഹൈഡ്രജനും മാത്രമല്ല, നമുക്ക് വേറെ ആരൊക്കെയുണ്ട്? ഓക്സിജൻ ഉണ്ടാവാം, സൾഫർ ഉണ്ടാവാം, ഫ്ലൂറിൻ ഉണ്ടാവാം, നൈട്രജൻ ഉണ്ടാവാം അല്ലെ? ഇതുപോലെ വേറെ എലമെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ ഗ്രൂപ്പുകളും കാണാം. ഓക്കെ, ഉദാഹരണത്തിന് OH എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ COOH എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ CHO എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ OCH3 എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ഗ്രൂപ്പ്, അതായത് ഓർഗാനിക് കമ്പൗണ്ട്സ് വരെ നിങ്ങളിപ്പം ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതല്ല. അതെ, നിങ്ങളൊരു കമ്പൗണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു പറയാണ്, ഒരു അമിനോ ആസിഡ് ഞാൻ എടുക്കുവാണ്. ഒരു അമിനോ ആസിഡ് ഞാൻ എടുക്കും. അതിന്റെ പേരാണ് എന്ത്? ഗ്ലൈസീൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ഞാൻ എടുത്തു. ഒരു അമിനോ ആസിഡ് ഞാൻ എടുത്തു. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? NH2 CH COOH.
ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ നോക്കി ഈ NH2 എന്ന് പറഞ്ഞ സാധനം നൈട്രജൻ എക്സ്ട്രാ വന്നു, ഈ സൈഡിൽ നോക്കി COH എന്നൊരു പുതിയ ഒരാൾ വന്നു. അപ്പൊ അതെന്താ കാണിക്കുന്നത്? ഇതൊക്കെ ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. കാരണം എന്താണ്, നമ്മൾ ഓർഗാനിക് കമ്പൗണ്ട്സ് പറയുന്ന കമ്പൗണ്ട്സിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? അതിൽ കാർബണും ഹൈഡ്രജനും ഉണ്ടെങ്കിൽ അത്തരം കമ്പൗണ്ട്സ് നമ്മൾ ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന് പറയും. ഓക്കെ, പക്ഷേ കാർബണും ഹൈഡ്രജനും മാത്രം ഉണ്ടായ മാത്രമുള്ള ആ കമ്പൗണ്ട്സ് മാത്രമാണ് ഓർഗാനിക് കമ്പൗണ്ട്സ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ കമ്പൗണ്ട്സ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷേ ഇതിൽ വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് എന്താണ്, അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള വേറെ ഗ്രൂപ്പുകൾ വരുമ്പോൾ നമുക്ക് എന്ത് മാറി, ആ ഓർഗാനിക് കമ്പൗണ്ട്സ് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ് NH2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ COH എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ട് അതിന്റെ മൊത്തത്തിലുള്ള പ്രോപ്പർട്ടി തന്നെ മാറും അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ തുടക്കത്തിൽ പറയുന്ന കമ്പൗണ്ട് ആണ് CH4. അതുപോലെ നമ്മൾ ഇതിന്റെ പേരെന്ത് വിളിക്കും? ഒറ്റ കാർബൺ അല്ലേ. അപ്പൊ എന്ത് വിളിക്കും? നമ്മൾ മീഥെയിൻ എന്ന് വിളിക്കും. നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൊണ്ണ്, ഡെക്ക് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കോഡ് വെച്ച് എന്താണ്, ഒറ്റ കാർബൺ ഉണ്ടെങ്കിൽ മിഥെയിൻ നമ്മൾ പറയും. അപ്പൊ ഇവിടെയുള്ള 4 ഹൈഡ്രജനിൽ 2 ഹൈഡ്രജൻ ഒഴിവാക്കിയിട്ട് ആ ഭാഗത്ത് നമ്മൾ ആരെ കൊണ്ടുവന്നു? ഇവിടെ NH2 കൊണ്ടുവന്നു, COH കൊണ്ടുവന്നു. അപ്പം മീഥെയിനുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ഈ പുതിയ കൊണ്ടുവന്ന ഗ്ലൈസീൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിന്റെ പ്രത്യേകത. അല്ല, അമിനോ ആസിഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രോട്ടീൻസിന്റെ ഒക്കെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് നമ്മൾ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. സോ ഈ മീഥെയിന്റെ പ്രോപ്പർട്ടി അല്ല നമ്മൾ ഗ്ലൈസീൻ ഉണ്ടാവും. കാരണം എന്താണ്, ഈ പുതിയ 2 ഗ്രൂപ്പുകൾ വന്നപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കമ്പൗണ്ടിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി മാറി. ആദ്യം കണ്ട ഒരാളെ അല്ല, ആളുടെ സ്വഭാവമേ മാറി. നിങ്ങൾ ചില ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് അത്യാവശ്യം നല്ല പൈസയൊക്കെ ആയി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പ് ഒരു ജോലി കിട്ടി. അപ്പൊ ആൾക്കാരുടെ രൂപവും അവരുടെ സ്വഭാവവും അവരുടെ കോൺഫിഡൻസും അവരുടെ എല്ലാ മൊത്തത്തിലുള്ള ലൈഫിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ 8ാം ക്ലാസ്സിൽ നിങ്ങൾ വിചാരിച്ചതുപോലെയാണ് നിങ്ങൾ ഇപ്പൊ 10ാം ക്ലാസ്സിൽ വിചാരിക്കുന്നതല്ല. നിങ്ങൾ എന്താണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ മാറി അല്ലേ. 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോട്ട് ബുക്കും പേനൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? അല്ല. 8ാം ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ആയിരിക്കില്ല. 8ാം ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന എന്താണ് പറയേണ്ടത്, ഭക്ഷണ സാധനങ്ങൾ തന്നെയാണോ നിങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ടാവും. പക്ഷെ എന്താണ്, നമ്മളുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിലായിക്കോട്ടെ, നമ്മുടെ ചിന്തകളിലായിക്കോട്ടെ, നമ്മളുടെ ആറ്റിറ്റ്യൂഡിലായിക്കോട്ടെ, എല്ലാറ്റിലും മാറ്റം വരുന്നുണ്ട്. അപ്പൊ മാറ്റം വന്ന എന്താണ്, നമ്മൾ പഴയ ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് മാറും അല്ലേ. ആ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. കാരണം എന്താണ്, പുതിയ പുതിയ ആൾക്കാർ വരുന്നത് കൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. സോ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈ പുതിയ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അത്തരം ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട്, ഈ ഒരു പോർഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ വെറുതെ ഇങ്ങനെ പുതിയ വരുന്ന ആൾക്കാർ വെച്ചിട്ട് പ്രോപ്പർട്ടിയും കാര്യങ്ങളും മാത്രമൊന്നുമല്ല, ഈ പുതിയ വരുന്ന ആൾക്കാരും ഓൾറെഡി ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ റീഅറേഞ്ച് ചെയ്തതിന്റെ മൊത്തത്തിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ആകെ മാറി. ഓക്കെ, അതായത് നമ്മൾ കണ്ട ഒരാളാന്ന് ചോദിച്ചാൽ സെയിം ആളാണ്, പക്ഷെ എന്താണ്, അദ്ദേഹം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. ഇപ്പം ഞാനൊരു ക്ലാസ് എടുക്കും. അപ്പൊ ആ ക്ലാസ്സിൽ നമുക്ക് എത്രയാണ്, ഒരു 5 ബെഞ്ചും 5 ഡെസ്കും ഉണ്ടെന്ന് വരിക. സാധാരണ ക്ലാസ് 5 ബെഞ്ചും 5 ഡെസ്കും. ഈ 5 ബെഞ്ചും 5 ഡെസ്കും ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ക്ലാസിന്റെ നടുവിൽ എങ്ങനെ നേരെ ഇങ്ങനെ ഇട്ടെന്ന് വിചാരിക്കും. ഓക്കെ, 5 ബെഞ്ച്, ഇത് ഒരു ജോഡിയാണ് കേട്ടോ. 5 ബെഞ്ചും 5 ഡെസ്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ജോഡിയാണ്. അപ്പൊ ഈ ഒരു ജോഡി ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെച്ചു. ഇനി എനിക്ക് വേറെ രീതിയിൽ എങ്ങനെ വെക്കാം, 2 സൈഡിലും 2 എണ്ണം വെച്ചിട്ട് നടുവിലൊന്ന് വെക്കാം അല്ലേ. ഇനി വേറൊന്ന് ഇങ്ങനെ നിരത്തിയിട്ട് 5 എണ്ണം ഇതുപോലെ വെക്കാം എനിക്ക് അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ വെക്കാം, 3 എണ്ണം ഒരു സൈഡിലും 2 എണ്ണം ഒരു സൈഡിലും വെക്കാം. അല്ലെങ്കിൽ എന്താണ്, 3 എണ്ണം 2 എണ്ണം ഇവിടെയും നടുവിൽ ഇങ്ങനെയായിട്ട് ഒരു ബെഞ്ച് വെക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര അറേഞ്ച് ചെയ്താലും നിങ്ങൾ മൊത്തത്തിൽ നോക്കി എന്താണ്, ആ ക്ലാസ്സിൽ സെയിം ആണ് അല്ലേ. ക്ലാസ്സിൽ എന്താണ്, അറേഞ്ച്മെന്റ് മാറി എന്നല്ലാതെ, അറേഞ്ച്മെന്റ് മാറുമ്പോൾ കുട്ടികളുടെ ഇരുത്തവും കാര്യങ്ങളൊക്കെ മാറി. അതായത് മൊത്തത്തിൽ ക്ലാസിന്റെ ഐഡന്റിറ്റി എന്താണ്, ക്ലാസ് എന്നുള്ള പേരിൽ അതിപ്പം 9ാം ക്ലാസ് ആണെങ്കിൽ അത് 9ാം ക്ലാസ് ആണ്, അല്ലെ 10ാം ക്ലാസ് വെച്ചാൽ 10ാം ക്ലാസ് B ഡിവിഷൻ തന്നെ. പക്ഷേ അതിൽ കുട്ടികൾ ഇരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ മാറ്റണം അല്ലേ. ആദ്യം ഇരുന്ന രീതിയിൽ ആയിരിക്കില്ല കുട്ടികൾ ഇരിക്കുന്നത്. ചില രീതിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് എല്ലാ കുട്ടികളും ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചില രീതിയിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അവരുടെ വർക്ക് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എന്താണ്, ആ ഒരു പ്രോപ്പർട്ടീസിലാകെ മാറ്റം വരും. എന്ത് മാറ്റം വന്നപ്പം അതിലുള്ള ചെറുതായിട്ട് അറേഞ്ച്മെന്റ് മാറിയപ്പോൾ എന്തായി, ക്ലാസിന്റെ ആ ഒരു ഇരിപ്പ് വശം മൊത്തത്തിൽ അങ്ങ് മാറി. സോ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ 2 കാര്യങ്ങൾ, അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയാലോ. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒന്നാമത്തെ കാര്യം, ഈ എക്സ്ട്രാ വരുന്ന കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ്സ് എന്താ ചെയ്യുക, അവര് പ്രോപ്പർട്ടി മാറ്റി വരക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. പ്രോപ്പർട്ടീസ് ചേഞ്ചർ എന്ന് വേണം നമുക്ക് വിളിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രോപ്പർട്ടീസ് മാറ്റുന്ന ഒരാളാണ്. പിന്നെന്താണ്, പിന്നെ വേറൊരു സംഭവം ഉണ്ട്, എന്താണ്, അറേഞ്ച്മെന്റ് വ്യത്യാസം. എന്താണ് ഗ്രൂപ്പ് വരുന്നത്, രണ്ടാമത്തെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്, അറേഞ്ച്മെന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും എന്താവുന്നുണ്ട്, അവിടെയും പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ കാര്യം ഈ ഒരു പോർഷൻ നമ്മൾ പഠിക്കുന്നത് എന്താ, 2 തരത്തിൽ പ്രോപ്പർട്ടി മാറാൻ പറ്റുന്ന
കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളൊരു കമ്പൗണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നു, ആ കമ്പൗണ്ടിനെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം, അതിന്റെ ആ ബേസിക് ആയിട്ട് ഇപ്പൊ തുടക്കത്തിൽ ഒരു കമ്പൗണ്ട് വന്നപ്പോൾ അതിനിപ്പോ ഇത്ര മെൽറ്റിംഗ് പോയിന്റ്, ഇപ്പം ഒരു കമ്പൗണ്ട് ഞാൻ തന്നു. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ഒന്നും പറഞ്ഞില്ല, ഒരു കമ്പൗണ്ട് ഞാൻ തന്നു. ആ കമ്പൗണ്ടിന്റെ തുടക്കത്തിൽ 140 കെൽവിൻ ആണ് എന്ത് പറയുന്നത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഏതോ ഒന്ന് പറയുന്നു. പക്ഷേ അതേ കമ്പൗണ്ടിനെ കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ മാറ്റുമ്പോൾ മനസ്സിലായി അതിന്റെ 230 കെൽവിൻ ആയിട്ട് അതിന്റെ എന്ത് പറയുന്നു മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് മാറി. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാറി. അപ്പൊ അത് എന്തുകൊണ്ട് മാറി, അറേഞ്ച്മെന്റ് മാറിയപ്പം എന്തുകൊണ്ടാണ് അതങ്ങനെ മാറ്റം വന്നത്? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് കാര്യങ്ങളും അതുപോലെ ഗ്രൂപ്പ്സ് വന്ന എങ്ങനെ പ്രോപ്പർട്ടീസ് മാറും അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ അങ്ങനെ പറഞ്ഞ് വഷളാക്കാതെ നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അതങ്ങനെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞല്ലോ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് മാറ്റാൻ പറ്റുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യുന്നത്, നമ്മളെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു കമ്പൗണ്ടിന്റെ ഓരോരോ ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ കാറിന്റെ കാര്യം പറഞ്ഞു, എന്താണ് കാറിന്റെ ഫംഗ്ഷൻ, എന്താണ് വണ്ടി ഓടിക്കുക, അതുപോലെ എന്താണ് ഓരോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിയറിംഗ് വെച്ചിട്ട് അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെ ഇടത്തോട്ടും വലത്തോട്ടും വെട്ടിക്കുക, അതുപോലെ എന്താണ് വേഗത്തിൽ പോകാം, വേഗത കുറച്ച് പോകാം, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ സംവിധാനങ്ങൾ, ഓരോ മെക്കാനിസംസ് നമ്മളെ കാറിലുണ്ട് അല്ലേ. വണ്ടി തിരിക്കാനും വളക്കാൻ വേണ്ടി നമുക്ക് സ്റ്റിയറിംഗ് ഉണ്ട്, അതുപോലെ ഹോൺ അടിക്കാൻ വേണ്ടി ഹോൺ ഉണ്ട്, ഗിയർ മാറ്റാൻ വേണ്ടി ഗിയർ ബോക്സ് ഉണ്ട്, അതുപോലെ വണ്ടിയുടെ ഫംഗ്ഷനിൽ വേണ്ടിയിട്ട് എന്തുണ്ട്, എഞ്ചിൻ ഉണ്ട് അല്ലേ, അതുപോലെ വണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ടയർ ഉണ്ട്. അതൊക്കെ വണ്ടിയുടെ ഭാഗങ്ങളാണ്. ഇനി വണ്ടിയിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വെച്ചു, എന്താണ് ഒന്നുകിൽ ഒരു മുമ്പിലുള്ള ഫ്രണ്ടിലൊരു ക്യാമറ വെച്ചു, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബമ്പർ സൈസ് കൂട്ടാൻ വേണ്ടി കുറച്ചുകൂടി പ്രൊട്ടക്ഷന് വേണ്ടി സാധനങ്ങൾ വെച്ചു, അല്ലെങ്കിൽ എന്താണ് ഇപ്പം CID മൂസ സിനിമയിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഗോലി വരാനും ടാറ് വരാനും ഒക്കെ വേറെ എക്സ്ട്രാ സാധനങ്ങൾ ഫിറ്റ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്, ആ കാറിന്റെ ഐഡന്റിറ്റി ആകെ മൊത്തം മാറി മറന്നു. ഓക്കെ, കാറിന്റെ ഫംഗ്ഷന് കുറച്ചും കൂടി വ്യത്യാസം വന്നു. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ ഓർഗാനിക് കമ്പൗണ്ട്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാറിന്റെ കാര്യത്തിൽ പറയുന്നത് അതേപോലെ തന്നെ എന്താണ്, ചില ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് ചെറിയ മാറ്റം വരുത്തും. അതിനാണ് നമ്മൾ അത്തരം ഗ്രൂപ്പ്സ് നമ്മൾ വിളിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അതായത് ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാലോ. ദ പ്രസൻസ് ഓഫ് certain atoms or groups imparts certain characteristic properties to organic compounds. They are called functional groups. എന്താണ്, ചില ആറ്റംസ് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക് കമ്പൗണ്ട്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് അവർ ഇമ്പാർട്ട് ചെയ്യും, അതുവരെ ഇല്ലാത്ത പ്രോപ്പർട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, അതായത് തുടക്കത്തിൽ നമ്മുടെ കമ്പൗണ്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ കുറച്ച് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ ആളാകെ മാറി പറയും. ഓക്കെ, അതായത് നമ്മൾ ഈ മേക്ക് ഓവർ എന്നൊക്കെ പറയുന്നില്ലേ, അതായത് ചില ആൾക്കാർ തുടക്കത്തിൽ എന്താണ് നമുക്ക് അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല, ആ ഒരാളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആദ്യം പുള്ളിക്കാർ കാണുമ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷണൽ ആയിട്ടോ അങ്ങനെ വലിയ ഒരാളെ, ഒരു സ്ത്രീയാവും പുരുഷനാവും, അങ്ങനെ ഒരാളെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എക്സെപ്ഷണൽ ആയിട്ട് അവരെ കണ്ടുപിടിക്കുന്നതായിട്ട് ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം പുള്ളിക്കാരൻ ഇങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി വല്ല എന്താ പറയണ്ടേ ഈ മേക്കപ്പ് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു പാർലറിലോ പോയിട്ട് മൊത്തത്തിൽ ആളാകെ അടിമുടി മാറി, ഹെയർ കട്ട് ചേഞ്ച് ചെയ്തു, ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റി, അങ്ങനെ എല്ലാ സ്റ്റൈലും മൊത്തത്തിൽ മാറ്റി ആൾ പെട്ടെന്ന് മുമ്പിൽ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് പ്രസൻസ്, അതായത് പുതിയ ഡ്രസ്സിങ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അറ്റയർ, മൊത്തത്തിലുള്ള ഡ്രസ്സിങ് മാറ്റി, ആ ഒരു എന്താണ് പേഴ്സണൽ ഹൈജീന്റെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായി, ആ ഒരു സ്റ്റൈലും മൊത്തത്തിൽ മാറി. എങ്ങനെ, കുറച്ച് സെറ്റപ്സ് എക്സ്ട്രാ പുള്ളിക്കാരെ ഫിറ്റ് ചെയ്തപ്പോഴാണ്, ഫിറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ഡ്രസ്സൊക്കെ മാറി കുറച്ചുകൂടി എന്താണ് സ്വന്തം കാര്യത്തിൽ കുറച്ചുകൂടി പേഴ്സണൽ ഫാഷനിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചപ്പോൾ ആളാകെ മാറി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് മാറുന്നത്. എന്താണ്, presence of certain atoms or groups imparts certain characteristic properties to organic compounds. ഓർഗാനിക് കമ്പൗണ്ട്സിന് ക്യാരക്ടേഴ്സ് പ്രോപ്പർട്ടീസ് തരുന്ന ചില ആറ്റംസ് ഓർ ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ എന്താണ്, അതായത് എക്സാമ്പിൾ പറയുന്നത് മെത്തനോൾ, മീഥെയിൻ, മെത്തനോയിക് ആസിഡ്. നമ്മളിനി പോട്ടെ, നമ്മൾ ബാക്കി എക്സാമ്പിൾ ഒക്കെ വിട്, നമുക്ക് ഇനി കെമിസ്ട്രിയിലോട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എടുത്ത ആളാണ് മെത്തനോൾ അഥവാ CH4 എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരാളാണ് മെത്തനോൾ, അദ്ദേഹം എങ്ങനെ എഴുതുക, CH3OH. ഇതെങ്ങനെ എഴുതുന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ, ഞാൻ ഫോർമുല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എഴുതുവാണ്. മെത്തനോയിക് ആസിഡ് എന്ന് വെച്ചാൽ HCOOH, മെത്തനോയിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾ നോക്കി എന്താ വ്യത്യാസം, എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കാർബണേ ഉള്ളൂ അല്ലേ, ഒരൊറ്റ കാർബണാണ് ഉള്ളത്, എല്ലാവരിലും ഒറ്റ കാർബണാണ് ഉള്ളത്. പക്ഷെ എന്താണ്, ഈ ഒരു ഗ്രൂപ്പിൽ വന്ന പുതിയൊരാൾ വന്നിട്ട് OH, ഇവിടെ എന്താണ് കാർബൺ കൂടി ചേർന്നിട്ട് COOH എന്നിട്ട് വേറൊരു ഗ്രൂപ്പായി. അപ്പൊ എന്താണ് മെത്തനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതൊരു ആൽക്കഹോൾ ആണ്. ഓക്കെ, ആൽക്കഹോൾ നോക്കുമ്പോൾ നിങ്ങൾ ബീവറേജും ഡ്രിങ്ക്സും അങ്ങനെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുക. പക്ഷെ ആൽക്കഹോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പെയിന്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സാനിറ്റൈസേഴ്സ് ജനറലായി കാണുന്നത് ആൽക്കഹോൾ. സാനിറ്റൈസറിൽ ഉള്ളത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ ആൽക്കഹോൾ, നിങ്ങൾ സാനിറ്റൈസർ ഇട്ട് അതിന്റെ ബോട്ടിൽ നോക്കിയാൽ മതി, അതൊരു ആൽക്കഹോളാണ്. അപ്പൊ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മീഥെയിൻ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക, നമ്മൾ ഈ വണ്ടിയൊക്കെ ഇല്ലേ, വണ്ടിയുടെ പുകയിലും കാര്യങ്ങളൊക്കെ മീഥെയിൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് എന്നൊക്കെ നിങ്ങൾ ഇടും, നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇല്ലേ, ഫുഡ് വേസ്റ്റും മറ്റ് വേസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലകളൊക്കെ കുറച്ചിങ്ങനെ ചീഞ്ഞു കഴിഞ്ഞാലൊക്കെ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഗ്യാസ് ആണ് മീഥെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മെത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു ആസിഡ് ആണ്.
മെഥനോയിക് ആസിഡ് നമ്മൾ നാച്ചുറലായിട്ട് കാണുന്ന തരത്തിലുള്ള ഒരു ആസിഡാണ്. ഓക്കെ, അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഗ്യാസിന്റെ ഒന്നും പ്രോപ്പർട്ടി, ആസിഡ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പ്രോപ്പർട്ടി. ആസിഡിന്റെ പ്രത്യേകം എന്താ, pH 7 കുറവായിരിക്കും, ഒരു സോർ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച്, അപ്പൊ നിങ്ങൾ നോക്കിയ 3 ആൾക്കാരും ആദ്യം കാർബൺ മാത്രം ഉള്ളപ്പം CH4 എന്ന് വെച്ചാൽ മീഥെയിൻ എന്ന് പറഞ്ഞ വലിയ പ്രത്യേകത പറയത്തക്ക വലിയ പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ അതിന്റെ കൂടെ ഒരു OH ഗ്രൂപ്പ് വന്നു, അതായത് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു OH ഗ്രൂപ്പ് വന്നപ്പോൾ എന്തായി, ആളാകെ മാറി. അതായത് മെഥനോൾ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മീഥെയിനായിട്ട് ഒരു ബന്ധമില്ലാത്തതായി. ഇനി പോട്ടെ, അതിലുള്ള 2 ഹൈഡ്രജനെ മാറ്റി, എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ 2 ഓക്സിജൻ വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു, അവിടെ പിന്നെയും പ്രോപ്പർട്ടി, മെഥനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ എന്തായി, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ചില കമ്പൗണ്ടിന് തരുന്ന ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഈ OH അല്ലെ COH, ഇത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്, ചിലപ്പോൾ ആറ്റംസ് ആയിരിക്കും, അതായത് ചിലപ്പോൾ ഒറ്റ ഒരാളായിരിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ മീഥൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ സാധനം, അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ CH3Cl. നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ മീഥൈൽ ക്ലോറൈഡിന്റെ നല്ല രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറഞ്ഞത് സ്പോയിലർ തരുന്നില്ല, അത് നിങ്ങൾ അപ്പോൾ പഠിച്ചു. ഇപ്പൊ CH3Cl മീഥൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ് നോക്കിക്കേ, ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ അല്ലേ. ഇവിടെ CH3OH എന്ന് പറയുമ്പോൾ ഇവിടെ Cl എന്ന് പറഞ്ഞ ഒരു ഹാലജൻ ആറ്റം മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ ഇപ്പോഴും എന്താണ്, നമ്മുടെ മീഥൈന്റെ പ്രത്യേക മാറ്റമുണ്ട് മീഥൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അല്ലേ. കണ്ടോ, അപ്പൊ എന്ത് മനസ്സിലായി, നമുക്ക് ഒരാറ്റമോ അല്ലെ ഒരു ഗ്രൂപ്പോ, ഇനി മീഥൈൽ ക്ലോറൈഡിനോ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം, CHCl3. ഇവിടെ എന്താണ്, ഒരു കാർബണിലെ 3 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ 3 ക്ലോറിൻ വന്നു. 3 ക്ലോറിനും സിംഗിൾ ആറ്റംസ്, 3 ക്ലോറിൻ CL എന്നിട്ട് വരവരായിട്ടെല്ലാം നിൽക്കുക. 3 ഡിഫറെന്റ് ക്ലോറിൻ ആറ്റംസ് 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വന്നു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഒറിജിനൽ പേര് നിങ്ങൾ പിന്നെ കണ്ടുപിടിച്ചോ, അത് നിങ്ങൾക്ക് അറിയാം എന്താണ്, ട്രൈമീഥൈൽ ക്ലോറൈഡ് എന്ന് പറയാം. 3 ക്ലോറിൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നോമൻക്ലേച്ചർ പഠിച്ച് നിങ്ങൾ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഫേമസ് ആയിട്ട് പറയുന്ന ഒരു പേര് ക്ലോറോഫോം എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഈ ബോധം കെടുത്താൻ വേണ്ടി സിനിമയിലൊക്കെ ഒരു തുണി വെച്ചിട്ട് എന്നിട്ട് ഇവിടെ തന്നെ ബോധം കെട്ട് വീടുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ക്ലോറോഫോം നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താണ് ആദ്യത്തെ മീഥൈന്റെ പ്രോപ്പർട്ടി ആണോ ക്ലോറോഫോം? ഇല്ല, മീഥൈൻ ഗ്യാസ് നമ്മുടെ ചുറ്റുമുള്ള ഈ എന്താണ് ഭക്ഷണം, പഴയ കഴിഞ്ഞ ഭക്ഷണം, അതിലൊക്കെ കിട്ടുന്ന സ്മെല്ലാണോ, അതൊക്കെ മണത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെടുന്നുണ്ടോ? അതിൽ മീഥൈൻ ഗ്യാസ് കൂടി ഉണ്ടെന്നാണ് കേട്ടോ. അവർ കത്തിക്കുമ്പോൾ മീഥൈൻ ഗ്യാസ് വരുന്നുണ്ട്. മീഥൈൻ ഗ്യാസ് മാത്രമല്ല, ഒരുപാട് ഗ്യാസുകൾ ഉണ്ട്, പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകൾ ഉണ്ട്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി മണത്ത് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് തരരുത്, മണത്ത് നോക്കരുത്. ഇറ്റ്സ് ഇൻജൂറിയസ് ടു യുവർ ഹെൽത്ത് എന്നൊക്കെ പറയുന്നില്ലേ, പ്രശ്നമാണ്. ക്ലോറോഫോം ദയവായി എവിടുന്ന് കിട്ടിയാൽ പോലും വെറുതെ അറിയാതെ പോലും വെറുതെ പോയി ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ബോധം കെട്ടിട്ട് അവിടെയും ഇങ്ങനെ ഒരു സാറ് ഹൊറൈസന്റെ ക്ലാസ്സിനിടക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ക്ലോറോഫോം മണക്കും മീഥൈൻ മണക്കില്ല എന്നൊക്കെ സാറ് പറഞ്ഞപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോയി, ഒന്നും പോയിട്ട് ചെയ്തേക്കരുത് എന്റെ പൊന്നു മക്കളെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. എന്താണ്, അതിലുള്ള കുറച്ച് ആറ്റംസ് മാറുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി ആകെ മാറി. മീഥൈൻ നിന്ന് മാറി നമ്മൾ ക്ലോറോഫോമിൽ എത്തുമ്പോൾ ആളാകെ മാറി. അപ്പൊ എന്താ ഞാനിവിടെ പറഞ്ഞ ബേസിക് ഐഡിയ എന്താണ്, ഒന്നുകിൽ അത് Cl പോലെ ഏതെങ്കിലും സിംഗിൾ ആറ്റംസ് ആകാം, അല്ലെങ്കിൽ OH പോലെയോ COH പോലെയോ ചില ഗ്രൂപ്പുകൾ ഒന്നിച്ചിപ്പോ ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഒന്നിച്ച് വന്നിട്ടാണ് ഒരു ഗ്രൂപ്പ് ഒക്കെ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു, ഇനിയിപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് ഡിസ്കഷൻ ഒക്കെ ചെയ്യും. അപ്പോൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്, ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെ, ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പഠിക്കും. ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, പല തരത്തിൽ പല കോമ്പിനേഷൻ. അപ്പം നമ്മൾ പഠിക്കുന്നത് 4 ആൾക്കാരാണ്. ആരൊക്കെയാണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, ആൽക്കോക്സ് ഗ്രൂപ്പ്. ഈ വരയിട്ടിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പൊ, വര OH, ഇതിനർത്ഥം എന്താണെന്ന് അറിയോ മക്കളെ, ഞാൻ ഇങ്ങനെ ഒരു വര, അതായത് ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കമ്പൗണ്ട്സ് വിളിക്കുമ്പോൾ ഒരു വര വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതിയ അർത്ഥം എന്താണെന്നറിയോ, ഇതിന് തൊട്ടിപ്പുറത്ത്, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ വേറെ ഒരുപാട് ഏതൊക്കെയോ കോമ്പിനേഷൻ കമ്പൗണ്ട് വരും. ഓക്കെ, ഈ COH എന്ന് പറയുമ്പോൾ എന്താണ്, ഈ COOH എന്ന് എഴുതിയതില്ലേ, അത് ഏറ്റവും റൈറ്റിലോ അല്ലെങ്കിൽ ലെഫ്റ്റിലോ ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും അതുണ്ടാവുക. അതിന്റെ ബാക്കി ഈ വര കണ്ടോ, വരയുടെ എൻഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഹാലോ ഗ്രൂപ്പ് X എന്ന് പറയുമ്പോൾ എന്താണ്, ഹാലോ എന്ന് പറയുമ്പോൾ ഹാലജൻ ആണ് കേട്ടോ. അപ്പൊ എക്സിന് പകരം, എക്സ് ഞാൻ ഉദ്ദേശിച്ച ഒരു എലമെന്റിന്റെ പേരൊന്നുമില്ല, ഒരു സിംഗിൾ എലമെന്റ്. അത് ആരാവാം, ഒന്നുകിൽ ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അല്ലെങ്കിൽ അയഡിൻ ആവാം. ഓക്കെ, ഈ OR ആൽക്കോക്സി എന്ന് പറയുന്നുണ്ട്. 6 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആൽക്കീനോ, ആൽക്കൈനോ അങ്ങനെ ഏത് ഹൈഡ്രോ കാർബൺ വേണമെങ്കിൽ ആകാം, അതാണ് ആൽക്കോക്സി. ഇനി ഹൈഡ്രോ കാർബൺ തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു ഗ്രൂപ്പാണ്. അപ്പൊ ഒരിക്കലും ക്ലോറിനും ബ്രോമിനും അയഡിനും ഒന്നും ആവാൻ സാധ്യതയില്ല. അത് ആൽക്കലി, അതായത് ആൽക്കൈൻ എന്നല്ല പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ്, അതായത് കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ഏതോ ഒരു ഗ്രൂപ്പാണ് അതിനുശേഷം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാം, ഇപ്പോഴേ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ്, കാരണം നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ ഒരുപാട് ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഐസോമർസ് എന്ന് പറഞ്ഞ പോർഷനും വളരെ കൂടുതൽ ചോദിക്കുന്നത്. പക്ഷേ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ് അതാണെന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങളൊന്നും വരാറ് വളരെ കുറവാണ്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലാത്തതെന്നൊക്കെ ഐഡന്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരും. അത് സിമ്പിൾ ആണ്, അത് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് വെച്ചിട്ട് വരാൻ സാധ്യത വെച്ചാൽ നോമൻക്ലേച്ചറും ഐസോമറിസും ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ എങ്ങനെ പേര് മാറ്റുന്നു എന്ന് കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ബേസിക്കലി ഇവിടെ എഴുതിയ അതേ കാര്യം തന്നെ, എന്താണ് OH ഗ്രൂപ്പ് വരുന്ന കമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഈ ഹൈഡ്രോ ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത് നമ്മൾ എന്തിനാണ് OH, അതായത് ഹൈഡ്രോക്സിൽ എന്ന് പറഞ്ഞ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്നത് ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ആൽക്കഹോൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, ആ ഒരു കമ്പൗണ്ടിൽ ഉറപ്പായിട്ടും ഉള്ളാവുന്ന ഒരാളാണ് OH. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെങ്ങനെ നമ്മൾ എഴുതുക? ആൽക്കെയിൻ മൈനസ്, ഇത് മൈനസ് ആണ്, ആൽക്കെയിൻ ഹൈഫൺ അല്ല, ആൽക്കെയിൻ മൈനസ് ഇ. ആൽക്കെയിൻ്റെ അകത്ത് ആ ഒരു വേർഡിൽ നിന്ന് ഇ എന്നൊരു ലെറ്റർ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് കിട്ടും? നമുക്ക് ആൽക്കാൻ കിട്ടും അല്ലെ? ആൽക്കെയിൻ ചോദിച്ചാൽ ആൽക്കാൻ കിട്ടും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? OL ചേർക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു പേര് കിട്ടും. എന്താണ്? ഇവിടെ ആൽക്കനോൾ എന്ന് പറഞ്ഞു കിട്ടും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ ഒരു മീഥെയിൻ ഗ്രൂപ്പ് എടുത്തു. ഓക്കെ, അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? ഒരു OH ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് പേരെങ്ങനെ എഴുതും നോക്കാം. മീഥെയിൻ നമുക്ക് പേര് വരും. ഇതിൻ്റെ അകത്ത് ഇ കുറക്കും അല്ലെ, മൈനസ് ഇ. ഇങ്ങനെ എഴുതൊന്നും വേണ്ടോ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ നമ്മൾ OL ചേർക്കും. അപ്പൊ എന്തുണ്ടും? മിതാൻ, കൂടെ ആര് വരും? ഓൾ. അപ്പൊ മെത്തനോൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാലോ, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇഥനോൾ ആണെങ്കിൽ എന്തായിരിക്കും? ഇഥെയിൻ പ്ലസ് ഓൾ ആയിരിക്കും. പ്രൊപ്പനോൾ ആണെങ്കിൽ പ്രൊപ്പൈൻ പ്ലസ് ഓൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ആൽക്കെയിൻ അല്ലെങ്കിൽ ആൽക്കൈൻ, ആൽക്കീൻ ഒക്കെ വരുന്നത് അതിനുശേഷം ഒരു OH ഗ്രൂപ്പ് കൂടി വന്നാൽ നമ്മൾ അതിനെ ആൽക്കഹോൾ എന്ന് വിളിക്കും. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള ആൾക്കാർ നമ്മൾ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ തന്നെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കണം, ഡെഫിനറ്റ്ലി നോക്കണം. ഇവിടെ കണ്ടോ, CH3 CH2 CH2 OH. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞ മക്കളെ? എന്തായിരിക്കും പേര്? നമ്മൾ നമ്പറിങ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ നമ്പർ കൊടുക്കുക? നമ്പർ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ നമ്പറിങ് കൊടുക്കുക. അതായത് നമ്മളെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്പറിങ് എങ്ങനെ കൊടുത്തിട്ടുണ്ട് അറിയോ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഉണ്ടല്ലോ, ആ കാർബൺ ഏറ്റവും കുറവ് നമ്പർ. എന്താണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് കാർബൺ. FG ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് കേട്ടോ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് കാർബൺ എന്തായിരിക്കണം? ലെസ് നമ്പർ ആയിരിക്കണം. എപ്പോഴും എവിടെയും നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ്. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾ +2 പഠിക്കും. പക്ഷേ +2 അല്ല, +1 പഠിക്കും. ഒറ്റ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എപ്പോഴും നമ്പർ ഇങ്ങനെ ചെയ്യേണ്ടത്? ഫംഗ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള കാർബൺ 1 കൊടുക്കുക, അതിനടുത്തുള്ളത് 2 കൊടുക്കുക, പിന്നെ 3 കൊടുക്കുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക, അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നമ്പർ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പേര്? 1 2 3 എന്ന്. അപ്പൊ എന്താ വരുക? 3 കാർബണും ഒരു OH. 3 കാർബൺ വെച്ചാൽ നമ്മൾ എന്താ പേര്? പ്രൊപ്പെയിൻ എന്ന് നമ്മൾ പേരിടും അല്ലേ? കൂടെ ആരാണുള്ളത്? കൂടെ ഒരു ഓളും കൂടി ചേർക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ അങ്ങ് കുറക്കും അല്ലേ? അപ്പൊ ഈ കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പനോൾ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് പ്രൊപ്പനോൾ എന്ന് മാത്രമാണോ എഴുതാൻ പറ്റുക? അല്ല, വേറൊരു തരത്തിലും കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ചല്ലോ, അത് അങ്ങനെ തന്നെ എഴുതുമോ? പ്രൊപ്പാൻ എന്ന് എഴുതിക്കോ. ഓക്കെ, ഇനി നോക്കുക ഏത് കാർബണിലാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഉള്ളത്. ഏത് കാർബണിലാണ് ഉള്ളത് മക്കളെ? 2ലാണോ 3ലാണോ? അല്ല, 1ാമത്തെ കാർബണിൽ. അപ്പൊ നമുക്ക് എങ്ങനെ കൂടി എഴുതാം? പ്രൊപ്പാൻ 1, പ്രൊപ്പാൻ -1 ഓൾ. ഇങ്ങനെ കൂടി നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂവന്റ് ഏത് കാർബണിലാണോ ഉള്ളത് ആ കാർബണിന്റെ നമ്പർ കൊടുത്തിട്ട് കൂടി നമുക്ക് പേര് എഴുതാം. ഇപ്പൊ അടുത്തത് നോക്കിയേ. അടുത്തതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്താണ്? അത് ഏറ്റവും ആപ്ലിക്കബിൾ ആവുന്ന കേസാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്. എന്താണ്? പ്രൊപ്പൈൻ ഉണ്ട് അല്ലെ? പ്രൊപ്പൈൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത്? ഒരു ഓളും കൂടി ചേർത്തിട്ട് പേര് നോക്കി, പ്രൊപ്പനോൾ. അങ്ങനെ സാറേ ഇതും പ്രൊപ്പനോൾ ആണെന്ന് പറയില്ലേ? ആണോ? അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ പേര് പറഞ്ഞതിന്റെ ഇമ്പോർട്ടന്റ്. എന്താണ്? നമ്മൾ എവിടെയാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതെന്ന് കൂടി വളരെ പ്രധാനമാണ്. അപ്പൊ ഇവിടെ ഏത് പൊസിഷനാണ് ഉള്ളത് നമ്മൾ നോക്കിയേ. ഇത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് എത്രയാണ് നമ്മുടെ OH ഉള്ള കാർബണിന് കിട്ടാൻ പോകുന്നത്? 2 വലത്തുനിന്നും ഇടത്തു നിന്ന് എണ്ണിയാലും നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് 2ാമത്തെ കാർബണിൽ തന്നെയാണെന്ന് മനസ്സിലായല്ലോ അല്ലെ? വലത്തുനിന്നും ഇടത്തുനിന്നും എല്ലാം ഒരേപോലെ തന്നെ. അപ്പൊ നമുക്ക് എന്തായാലും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് 2ാമത്തെ പൊസിഷൻ മാത്രമേ കിട്ടൂ. അപ്പൊ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? നമ്പർ ചെയ്യുമ്പോൾ 2 തന്നെയല്ലേ? അല്ലേ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ 2ാമത്തെ കാർബണിൽ ഉള്ളതുകൊണ്ട് ഏറ്റവും ചെറിയ നമ്പർ ഉള്ള കാർബണിലായിരിക്കണം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ എനി ഫംഗ്ഷണൽ ഗ്രൂപ്പ്. Functional group attached carbon should be having less number when we are numbering the whole alkyl chain. Alkyl chain നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ മാത്രമേ നമ്പർ ചെയ്യാവൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നേരത്തെ കുറച്ചിട്ടുള്ള ബാക്കി ആളെങ്കിൽ എഴുതുക പ്രൊപ്പാൻ. പിന്നെ എവിടെയാണുള്ള ഒരു ഹൈഫൺ പൊസിഷൻ എഴുതുക 2 ഓൾ. പ്രൊപ്പാൻ 2 ഓൾ. ഇങ്ങനെ മാത്രമാണോ എഴുതാൻ പറ്റുക? അല്ല, നിങ്ങൾക്ക് അടുത്ത വഴിയും കൂടി പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എഴുതാം, എവിടെയാ സബ്സ്റ്റിറ്റ്യൂഷനിലെ 2 അല്ലേ? അവിടെ അങ്ങനെ എഴുതിക്കോ. 2ാമത്തെ പൊസിഷൻ ഓക്സിജൻ OH മാത്രം 2 പ്രൊപ്പനോൾ എന്ന് കൂടി നമുക്ക് എഴുതാം. അതിനർത്ഥം എന്താണ്? 2ാമത്തെ പൊസിഷനിൽ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുള്ള പ്രൊപ്പനോൾ ആണ് ഇത്. പ്രൊപ്പനോൾ ആണെന്ന് നമുക്ക് മനസ്സിലായി.
അപ്പൊ 2 പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ പോകേണ്ട ഐഡിയ എന്താണ്? രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പം പ്രൊപ്പാൻ 1 നമ്മൾ എഴുതും എങ്ങനെയാണ്? 1 പ്രൊപ്പനോൾ എന്ന് എഴുതാം. അല്ലെ സിംപിളി പ്രൊപ്പനോൾ എന്ന് എഴുതാൻ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് എന്താണ്? ഒന്നാമത്തെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് ഞാൻ പറയാം പ്രൊപ്പനോൾ എന്ന് മാത്രം എഴുതി. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ മക്കളെ? പ്രൊപ്പനോൾ എന്ന് മാത്രം എഴുതി അവിടെ ആരുമില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? അത് ഒന്നാമത്തെ കാർബണിലാണ് OH ഉള്ളത്. 2 പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ കാർബണിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ 3 പ്രൊപ്പനോൾ എന്ന് പറഞ്ഞ സാധനം വരുമോ? ഇല്ല. കാരണം എന്താണ്? 3 പ്രൊപ്പനോൾ നമുക്ക് എഴുതാൻ ഒരു കമ്പൗണ്ടിന്റെ പേര് നമ്മൾ IUPAC റൂൾസ് അനുസരിച്ച് തെറ്റാണ്. അപ്പൊ ഈ സാധനം നോക്കി, ഞാനിപ്പം ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ 1 2 3. അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇതിന്റെ പേരെന്താ? പ്രൊപ്പാൻ 3 ഓൾ അല്ലെങ്കിൽ എന്താണ് 3 പ്രൊപ്പനോൾ എന്ന് എഴുതി കൂടെ സാറേ എന്ന് ചോദിക്കുവോ? നിങ്ങൾ ചോദിക്കുവോ? നിങ്ങൾ ഒരിക്കലും ചോദിക്കാൻ സാധ്യല്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം റൂള്. എന്താ റൂള്? എപ്പോഴും ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള കാർബണിന്റെ നമ്പർ ഏറ്റവും ചെറിയ നമ്പർ എടുത്തിട്ട് മാത്രമേ നമ്മൾ നെയിം ചെയ്യൂ. ഓക്കെ, അപ്പൊ 3 നമ്മൾ എടുക്കുവോ? ഇല്ല. നമ്മൾ അതിന് പകരം അതിനെ 1 ആയിട്ട് എടുക്കും. മനസ്സിലായല്ലോ? ഇനി വരുന്ന ഡിസ്കഷനിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയും ഇതേ ഒരു നെയിമിങ്ങിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരിക, ഒന്നുകൂടി ഇത് കാണുക. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്നിട്ടാ ഇതിന്റെ പേരൊന്ന് നോക്കിയേ. ഓക്കെ, ഞാൻ ഒന്നുകൂടി തരാം. ഇതിന്റെ പേരെന്തായിരിക്കും? നമ്മൾ നമ്പറിങ് നോക്കുക. നമ്മൾ എപ്പോഴും നമ്പറിങ് ആദ്യം ഇട്ട് നോക്കുക. നമുക്കിപ്പം ചെയിൻ നോക്കുക. ഏറ്റവും വലിയ ചെയിൻ ഏതാ? ഇവിടെ ഒറ്റ ചെയിനേ ഉള്ളൂ. ഏതാണ്? ഇതാ ഈ കാണുന്ന ഒരു ചെയിന് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ? നമുക്കൊരു ചെയിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചെയിനിൽ നോക്കിയാൽ എവിടെയാണ്? നടുവിൽ ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുക. 1 2. ആദ്യമൊക്കെ നിങ്ങൾ നമ്പർ ചെയ്തു, പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം. കണ്ടോ? 1 2 3 4 5. അപ്പൊ എന്താണ് നമുക്ക് ആദ്യം ഉള്ളത്? ഗ്രൂപ്പ് ആദ്യം നമുക്ക് എഴുതാം. പെൻഡ് ഗ്രൂപ്പാണ് അല്ലെ? 5. ഇനി ഈ നമ്പർ ആണോ അല്ലെങ്കിൽ അടുത്ത നമ്പർ എഴുതി നോക്കാം. 1 2 3 4 5. എങ്ങനെ എഴുതിയാലും എന്താണ്? മൂന്നാമത്തെ പൊസിഷനിലാണ് ആരുള്ളത്? നമ്മുടെ OH ഉള്ളത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ഇടാം? പെൻഡെയിൻ ആണ് അല്ലേ? വേറെ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. പെൻഡെയിൻ ആണ്, ഒരു ഓൾ ഉണ്ട്. അപ്പൊ നമുക്ക് പേരെന്തായിരിക്കും? പെൻഡനോൾ എന്താണ്? അതിന്റെ ബേസിക് ആയിട്ടുള്ള ആള് പെൻഡനോൾ ആണ് നമുക്ക് തന്ന സാധനം ഒരു തരത്തിലുള്ള പെൻഡനോളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പെൻഡനോളിൽ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂന്റ് ഉള്ളത് അതിന് പേര് കൊടുക്കണം. എങ്ങനെ കൊടുക്കും നമ്മൾ? പെൻഡാൻ 3 ഓൾ അല്ലെങ്കിൽ എന്താണ് 3 പെൻഡനോൾ. ഇത് ചിലപ്പോൾ നിങ്ങൾ ചില സ്ഥലത്ത് വേറൊരു തരത്തിലും കൂടി നമുക്ക് നെയിം ചെയ്യാം. എങ്ങനെയാണ്? പെൻഡ് 3 ഓൾ എന്നൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ച ഒരു കാര്യത്തിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ? അപ്പൊ എന്താണ്? ഇപ്പൊ പ്രൊപ്പ് 2 ഓൾ എന്നൊക്കെ എഴുതും. എഴുതാത്ത തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പെൻഡാൻ 2 ഓൾ എന്നും അല്ലെ പെൻഡ് 3 ഓളും രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ചു വന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പെൻഡ് 3 ഓൾ എന്നല്ലേ പ്രൊപ്പ് 2 ഓൾ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാണെന്നൊക്കെ, അത് ശരി, അതും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി IUPAC റൂൾസ് അനുസരിച്ച് തന്നെ പഠിക്കുന്നതല്ല. അപ്പൊ പെൻഡാൻ 3 ഓൾ അല്ലെങ്കിൽ 3 പെൻഡനോൾ എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഐഡിയ ആയിട്ടുള്ള നെയിമിന്റെ കാര്യത്തിൽ അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എടുത്തൊരു എക്സാമ്പിൾ ആണ് ഇത്. പക്ഷെ ഇനിയും ഒരുപാട് ടെക്സ്റ്റ് ബുക്ക്, ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് ഞാൻ പറയാണ് CH3 CH2 CH നേരത്തെ കൊടുത്ത അതുപോലെ തന്നെ OH CH2 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 CH3. ഇതിന്റെ പേരെന്തായിരിക്കും മക്കളെ? നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചെയിൻ, ഇവിടെ ഏറ്റവും വലിയ ചെയിൻ ഒരൊറ്റ ചെയിനേ ഉള്ളൂ അല്ലേ? ഈ കാണുന്നതാ ഈ ഒരു വലിയ ചെയിനാണ്, ഒറ്റ ചെയിനാണുള്ളത്. നമ്മൾ നമ്പറിങ് നോക്കുക. നിങ്ങൾ എങ്ങനെ വേണം നമ്പർ ചെയ്തോ, അങ്ങൊന്നും ഇങ്ങൊന്നും തിരിച്ചൊക്കെ നമ്പർ ചെയ്തോ. പക്ഷെ നമ്പർ ഒന്നും ചെയ്യാൻ നിങ്ങൾ ആദ്യം തന്നെ നോക്കുക. എവിടെയാണ് ഓക്സിജൻ? ഏത് സൈഡ്? അടുത്ത് ഇടത്തെ സൈഡിലല്ലേ? അപ്പൊ അവിടെ നിന്ന് നമ്പർ തുടങ്ങി. ഓക്സിജൻ അടുത്തുള്ള സൈഡ് എവിടെ? അവിടെ നിന്ന് നമ്പർ 1 2 3 4 5 6 7. അപ്പൊ എന്തായിരിക്കും? ഞാൻ സ്റ്റെപ്പ് വഴിയൊന്നും പോകുന്നില്ല, ഒറ്റയടിക്ക് ഞാൻ എഴുതാം. എന്താണ്? ഹെപ് എന്താണ് 3 ഹെപ്റ്റനോൾ. ഹെപ്റ്റിന് ഞാൻ എന്തുകൊണ്ട് വന്നു? 7 വന്നുകൊണ്ട് ഞാൻ ഹെപ്റ്റെന്ന് എഴുതി അല്ലേ? 3 ഹെപ്റ്റനോൾ അല്ലെങ്കിൽ ഹെപ്റ്റാൻ 3 ഓൾ എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. അല്ലാതെ നിങ്ങൾ പേര് എഴുതുമ്പോൾ എന്ത് എഴുതരുത്? തിരിച്ച് നമ്പർ ചെയ്തിട്ട് 1 2 3 4 5 6 7 എന്താണ് 5 ഹെപ്റ്റനോൾ എന്ന് എഴുതാവോ? എഴുതാൻ പറ്റില്ല, തെറ്റാണ്. അത് ഓർമ്മിക്കുക. ഓക്കെ, 5 ഹെപ്റ്റനോൾ നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യത്തിലേക്ക് ഡിസ്കഷൻ കടക്കാം. എന്താണ് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ് COH. അതിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ COH എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ COOH ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, കാർബണിന് എപ്പോഴും വാലൻസി 4 ആണ്. അതായത് കാർബണിന്റെ ചുറ്റും 4 കണക്ഷൻസ് വേണം. എങ്ങനെ? അത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എന്തായാലും പ്രശ്നമില്ല, 4 കണക്ഷൻ വേണം. അപ്പൊ ഇതെങ്ങനെയാ സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അതായത് ഇങ്ങനെ എഴുതി C ഡബിൾ ബോണ്ട് O
COOH. ഇങ്ങനെയാണ് ഈ COOH എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ അതിന്റെ ഫുൾ എന്താണ്, നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുലയും സ്ട്രക്ചറൽ ഫോർമുല സ്ട്രക്ചറൽ ഫോർമുലയിൽ COH എന്നാണ് ചേർക്കുക. പക്ഷെ എന്നാലും നിങ്ങളുടെ മൈൻഡിൽ പോകേണ്ടത് അതിന്റെ എന്താണ്, ഇങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാവുക എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഈ COH ഗ്രൂപ്പ് ഉള്ള കമ്പൗണ്ട്സ് ഉണ്ടല്ലോ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ, അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് കാർബോക്സിലിക് ആസിഡ് എന്ന്. അപ്പൊ ഇവരെ പേരെങ്ങനെ എഴുതുക? നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആൽക്കെയിൻ, അതായത് ഏത് ആൽക്കെയിൻ ആണോ, ഉദാഹരണത്തിന് മീതെയിൻ, നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം, മീതെയിൻ എടുത്തു. ഓക്കെ, അതിൻ്റെ അതിന് ഈ കുറച്ചു, അതിന്റെ അവസാനം നമ്മൾ നേരത്തെ ഓൾ ചേർത്തു, കാർബോക്സ് അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നപ്പോൾ നമ്മൾ ഓൾ എന്ന് ചേർത്തതുപോലെ ഇവിടെ നമ്മൾ ചേർക്കേണ്ട പേരാണ് ഓയിക് ആസിഡ്. എൻഡോളി എന്നൊക്കെ വിളിക്കുന്ന പോലെ അവിടെ എൻഡോളേ എന്ന് വിളിക്കും, എൻഡോയിക് ആസിഡ്. ഓക്കെ, എന്താ വിളിക്കുക? എൻഡോയിക് ആസിഡ് എന്ന് വിളിക്കുക. അപ്പൊ എന്ത് വിളിക്കും? ഈ നമ്മൾ കുറച്ചു, അപ്പൊ എന്ത് കിട്ടും? മീഥാൻ. ബാക്കി ആര് വരും? ഓയിക് ആസിഡ്. സ്പേസ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മെഥനോയിക് ആസിഡ് ഓർ മെഥനോയിക് ആസിഡ് നമുക്ക് പറയാം. ഓക്കെ, മെഥനോയിക് ആസിഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരൊറ്റ കാർബൺ ഉണ്ടാവും അല്ലെ, HCOOH. നിങ്ങൾ ഏത് കാർബോക്സൈൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണേ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം, മക്കളെ നിങ്ങൾ പ്രൊപ്പനോയിക് ആസിഡ് എഴുതുക എന്ന് പറയാം. പ്രൊപ്പനോയിക് ആസിഡ് എഴുതുക. പ്രൊപ്പനോയിക് ആസിഡ് നിങ്ങൾ സ്ട്രക്ചർ എഴുതിക്കേന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണെന്നറിയോ? പ്രൊപ്പനോയിക് ആസിഡ് നിങ്ങൾ 3, 4 കാർബണൊക്കെ എഴുതാൻ നിൽക്കരുത്. ആദ്യം എഴുതേണ്ടത് COOH. ആദ്യം COH അതിൽ ഉണ്ടാവുന്ന മനസ്സിലായി. അപ്പൊ ഒരു കാർബൺ ആയി. അപ്പൊ ബാക്കി നിങ്ങൾ എഴുതേണ്ടത് എത്രയാണ്? 2 കാർബൺ ആണ് എക്സ്ട്രാ എഴുതേണ്ടത്. കണ്ടോ? CH3 CH2 COOH. ഈ COHലെ കാർബൺ ഉണ്ടല്ലോ, അതും കാർബൺ തന്നെയാണ്. ഇനിയിപ്പോ COHന്റെ ഒപ്പം അത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലേ ടീച്ചറെ, നമുക്ക് അതിനെയൊക്കെ ഇതിന്റെ കൂടെ ചേർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എന്ന് തന്നെയാണ് ഉത്തരം. COH വേറെ ഒരു സെപ്പറേറ്റ് അങ്ങ് ആളെ, ശരിയാണ്, ഗ്രൂപ്പാണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷെ അതിലെ കാർബൺ എപ്പോഴും ആ വലിയ നമ്മൾ നെയിമിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൺ ചെയിന്റെ ഭാഗം തന്നെയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കാലോ. ഓക്കെ, ഇത് ആദ്യത്തെ ആൾ ഞാൻ നേരത്തെ കാണിച്ചത് HCOH, ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പേര് കൊടുക്കാം? മെഥനോയിക് ആസിഡ്. നേരത്തെ പോലെ ഈ നമ്പറിങ്ങിന്റെ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ എന്താണ്, ഇവിടെ പ്രത്യേകം എന്താണ്? COH എന്ന് പറയുന്ന സാധനം നമ്പറൊക്കെ വേണം കൊടുത്തിട്ട് ചെയ്യാം, പക്ഷെ ആ കാര്യം നിങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അവസാനം വരുന്നത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? മെഥനോയിക് ആസിഡ് എന്ന് കണ്ടു. രണ്ടാമത്തെ എത്രയുണ്ട്? 1, 2 കാർബൺ ആകുമ്പോൾ നമ്മൾ എന്താ പേര് കൊടുക്കുക? ഇഥെയിൻ കൊടുക്കും. അപ്പം ഇഥെയിൻ ആവുമ്പോൾ നമ്മൾ ഈ കുറച്ചിട്ട് അവസാനം ആരെയും എഥനോയിക് ആസിഡ് എന്ന് കൊടുക്കും. ഇവിടെ എത്രയാളുണ്ട്? 3 കാർബൺ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? പ്രൊപ്പാൻ. ഈ വേണ്ട, ഈ ഒഴിവാക്കിയിട്ട് നമ്മൾ ബാക്കി ഓയിക് ആസിഡ് എന്ന് കൊടുത്താൽ മതി. ഈസി അല്ലേ? വളരെ ഈസിയാണ്. നെയിമിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ് ഇതിന്റെ. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയ ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഇംഗ്ലീഷ് നല്ല സൂപ്പർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇഫ് ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്ൻസ് എ കാർബൺ ആറ്റം, ദാറ്റ് കാർബൺ ആറ്റം ഷുഡ് ബി ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ദ മെയിൻ ചെയിൻ. അതായത് COH എന്ന് കാണുമ്പോൾ അത് വേറെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് എഴുതരുത്? CH3 CH2 CH2 COOH എന്ന് എഴുതരുത്. കാരണം നിങ്ങളുടെ മൈൻഡിൽ പോകുന്ന ചിത്രമായിരിക്കും COH ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനെ കൂട്ടാതെ 3 കാർബൺ എഴുതിയിട്ടൊന്നും എഴുതാൻ നിൽക്കരുത് കേട്ടോ. അതെന്താണ്? ഇതിന്റെ പേര് മാറി. ഇതിന്റെ പേരെന്താണ്? ഇത് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. കാരണം എന്താണ്? 4 കാർബൺ ഉണ്ട്. അപ്പൊ ബ്യൂട്ടാൻ പ്ലസ് ഓയിക് ആസിഡ്, ബ്യൂട്ടൈന്റെ ഈ പോയിട്ട് ബ്യൂട്ടാനാവും, ബ്യൂട്ടാൻ പ്ലസ് ഓയിക് ആസിഡ് ആവും. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മൾ പ്രൊപ്പനോയിക് ആസിഡ് അല്ല. കാരണം എന്താണ്? ഈ സിയും കൂടി ആരുടെ കൂടെ വരും? മെയിൻ ചെയിന്റെ ഭാഗത്തിൽ വരുന്നെന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ ചെയ്ത് നോക്കി. എന്താണ്? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5, 6 കാർബൺ. അപ്പൊ എന്തായിരിക്കും പേര്? ഹെക്സെയിൻ എന്നാ വരും അല്ലെ? ഹെക്സെയിൻ ആണ്. പിന്നെ നമ്മളെ കൂടെ ആരാളേ? ഓയിക് ആസിഡ് അല്ലേ? ഈ സാധനം ആരാണ്? ഇവനാണ് ഓയിക് ആസിഡ് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ പേരെന്ത് വരും? ഹെക്സനോയിക് ആസിഡ്. എളുപ്പമാണല്ലോ. ഇനി 7 പേരാണെങ്കിൽ ഹെപ്റ്റനോയിക് ആസിഡ്, ഒക്ടനോയിക് ആസിഡ് അല്ലേ? അങ്ങനെ നമുക്ക് പേര് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തൽക്കാലം അത്ര പഠിച്ചാൽ മതി. ഒന്നുമില്ല, സിമ്പിൾ ആ പേരിങ് നമ്മൾ ആൽക്കൈൻ്റെ പേര് കൊടുക്കുക, അതിന്റെ ഈ മാറ്റിയിട്ട് അവിടെ ഓയിക് ആസിഡ് എന്ന് കൊടുക്കുക എന്നുള്ള സിമ്പിൾ കാര്യം, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഹാലോ ഗ്രൂപ്പിനെ കൂട്ടി പഠിക്കും. ഇപ്പൊ നേരത്തെ പഠിച്ച ഗ്രൂപ്പ് എന്ന് പറയില്ല. ഈ ഹാലോ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സിംഗിൾ ആറ്റംസ് ആണ്. നിങ്ങൾ കണ്ടോ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആറ്റംസ് ആണ്. ഓക്കെ, അപ്പൊ ഈ സിംഗിൾ ആറ്റംസ് ഉള്ള ഇത്തരത്തിലുള്ള ആൽക്കീൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഹാലോ എന്ന് പേര് ചെയ്തിട്ട് ഹാലോ ആൽക്കീൻസ് പറയും. ഇനി മറ്റേതാണെങ്കിലോ ഹാലോ ആൽക്കീൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാലോ അരീൻസ് എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഹാലജൻ വരുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഹാലോ എന്ന് പറഞ്ഞ സാധനം ചേർത്തിട്ട് അങ്ങ് പേരിട്ടാൽ മതി. ഓക്കെ, ഹാലോ ആൽക്കെയിൻസ്, ഹാലോ ആൽക്കൈൻസ് എന്നൊക്കെ പറയും. ഓക്കെ,
അപ്പൊ നിങ്ങൾ +2 എത്തിക്കഴിഞ്ഞാൽ +2 ഒരു പ്രത്യേക ചാപ്റ്റർ ഉണ്ട്, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയും. അരീൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ ബെൻസീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആരോമാറ്റിക് കമ്പൗണ്ട്സ് എന്ന് പറയുക, ഇതുപോലത്തെ ഒരു സാധനമുണ്ട്, തേനീച്ച കൂട്ടൊരു സാധനം വെച്ച പോലെ ബെൻസീൻ. അപ്പൊ ഇതൊക്കെ വരുന്നത് നമ്മൾ ഹാലോ, ഇതിന്റെ കൂടെ എന്താണ് നമ്മൾ എക്സ് വരുമ്പോൾ നമ്മൾ ഹാലോ അരീൻസ് എന്ന് പറയും. അതൊക്കെ നിങ്ങൾ പഠിക്കും, അതിപ്പോൾ നിങ്ങളുടെ ഡിസ്കഷനിൽ വരേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് നെയിമിങ് കുറച്ച് നിങ്ങൾക്ക് എഴുതിയത് കാണുമ്പോൾ ഇപ്പോൾ എന്താണ് ഹാലോ ഗ്രൂപ്പ് പൊസിഷൻ പ്ലസ് ഒരു ഹൈഫൺ പ്ലസ് നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് പ്ലസ് നെയിം ഓഫ് ദ ആൽക്കീൻ എന്നൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അത് പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. പേര് മനസ്സിലായല്ലോ, ആൽക്കെയിൻസ് ആണ്. അതായത് ആൽക്കെയിൻസ് ആണെങ്കിൽ നമുക്ക് അതിന് ഹാലോ ആൽക്കെയിൻസ് വേണം. അതായത് ഹാലോ ഗ്രൂപ്പുള്ള കമ്പൗണ്ട്സ് ആൽക്കെയിൻസ് ആണ്. അതായത് എന്താണ്, ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കമ്പൗണ്ട് ആണ്. നമുക്ക് അതിന് എന്ത് വിളിക്കും? ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കാലോ. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയേ, 3 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 3 കാർബൺ ഉണ്ട്, അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി അതിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും 3 വരുന്നത്. പിന്നെ വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പ്രൊപ്പെയിൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അല്ലേ? അപ്പൊ എന്താണ്, വേറെ ഡബിൾ ബോണ്ട് ഒന്നുമില്ല, പ്രൊപ്പെയിൻ എന്ന് വിളിക്കാം. അപ്പൊ ഇനി നോക്കേണ്ട എവിടെയാണ് നമ്മളെ ക്ലോറിൻ ഉള്ളത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ ആണ് കേട്ടോ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ എന്തായിരിക്കും? ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കുക. അപ്പൊ നമ്മൾ നമ്പറിംഗ് കൊടുക്കുമ്പോൾ എന്താണ്, ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആദ്യത്തെ നമ്പർ കൊടുക്കുക, 1 2 3. അപ്പൊ എന്തായിരിക്കും? ഒന്നാമത്തെ പൊസിഷനിൽ ആരുള്ളത്? ഹാലോ ഗ്രൂപ്പ്. ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പ് ആരാ? ക്ലോറോ. അപ്പൊ പേരെന്ത് വരും? സിമ്പിളാ, 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് വരും. ഈ പി സ്മോൾ ലെറ്റർ ആണ് കേട്ടോ എഴുതേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? അടുത്തും കൂടി ചെയ്യാം, മനസ്സിലായില്ല നമുക്ക് ഇനിയും ചെയ്യാലോ, അതല്ലേ നമ്മൾ അതിന്റെ രീതി. ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട്, നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കുറച്ച് മാറിയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ്? ഒരൊറ്റ കാർബണിൽ തന്നെ 2 ആൾ വന്നു. അപ്പൊ ഈ 2 3 4 ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നെയിം ചെയ്യുക? ഒരാളാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പേടിക്കണ്ട, അതിന്റെ പേര് നമ്പർ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂന്റിന്റെ പേരും കൊടുത്താൽ മതി. 2 ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ ഡൈ എന്ന് ചേർക്കും. രണ്ടും സെയിം ആളാണെങ്കിൽ ഡൈ എന്ന് ചേർക്കും. 3 ആളുണ്ടെങ്കിൽ നമ്മൾ ട്രൈ എന്ന് ചേർക്കും. 4 ആണെങ്കിൽ നമ്മൾ ടെട്ര എന്ന് ചേർക്കും. ഇതൊക്കെ സെയിം ആണെങ്കിൽ ഇപ്പം ഒന്നാമത്തെ ഒരു കാർബണിൽ ഒരു സൈഡിൽ ഇപ്പം ഇവിടെ ക്ലോറിനും 2 ക്ലോറിനാണ്. ഇതിപ്പോൾ ഒരു ക്ലോറിനും മറ്റേത് ബ്രോമിനും ആണെങ്കിൽ നമ്മൾ ഡൈ ട്രൈ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡൈ, ടെട്ര, ട്രൈ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതവിടെ മനസ്സിൽ ഇതങ്ങനെ അവിടെ വെച്ചേ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ വലിയ ചെയിൻ എടുക്കണം. ഏതാ മക്കളെ വലിയ ചെയിൻ? ഇതാ നമ്മൾ ആ കാണുന്ന വലിയ ചെയിൻ. ഇതാ ഇവിടെ ഞാൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതിയ വലിയ ചെയിൻ ആണോ? ഇവിടുന്ന് ഇങ്ങനെ വന്നു വലിയ ചെയിൻ. അപ്പൊ ഇതിന്റെ നമ്പറിങ് ഞാൻ എങ്ങനെ കൊടുക്കണം എന്ന് നിങ്ങളെ പഠിപ്പിച്ചത്? ഏറ്റവും ചെറിയ നമ്പർ ആർക്ക് കൊടുക്കണം? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂന്റ് അടങ്ങിയിട്ടുള്ള കാർബൺ കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് തുടങ്ങാം, ഏറ്റവും അടുത്തുള്ള കാർബൺ ചെറിയ നമ്പറെങ്കിലും കിട്ടും, 1 2 3 4. അല്ലാണ്ട് നമുക്ക് തിരിച്ച് 1 2 ഈ 3 നമ്പർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് നമ്പറൊക്കെ ഇട്ടിട്ട് നോക്കിക്കോട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എഴുതാനൊന്നും കുഴപ്പമില്ല, സമയം എടുത്തിട്ട് നോക്കാം. കാരണം പരീക്ഷയ്ക്ക് ശരിയാണ്, നമുക്ക് സമയമൊക്കെ കുറച്ച് ലിമിറ്റഡ് ആണ്. കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ സമയമൊക്കെ ലിമിറ്റഡ് ആണ്. പക്ഷേ എന്നാലും നിങ്ങൾ അശ്രദ്ധമായിട്ട് ചെറിയ തെറ്റുകളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കൺഫർമേഷന് വേണ്ടി അങ്ങൊന്നും ഇങ്ങൊന്നൊക്കെ നമ്പർ ഇട്ട് നോക്കിക്കോ. എന്നിട്ട് ഏതിലാണ് ചെറുത് വരുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്ന കാർബണിൽ ചെറുത് നമ്പർ വരുന്ന ഏതിനാന്ന് നോക്കുക, അത് ഇടുക. അപ്പൊ ഇവിടെ നിന്ന് 2 ആണ് വരിക. അപ്പൊ നമ്മൾ ആദ്യം എഴുതും, രണ്ടാമത്തെ പൊസിഷനിൽ ആളുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ എത്ര കാർബൺ ഉണ്ട്? അപ്പൊ നമുക്ക് അവസാനം നമുക്ക് പേര് ഉറപ്പാണ്, എന്താണ്? ബ്യൂട്ടൈൻ എന്നാണ്. കാരണം എന്താണ്? 4 കാർബൺ ഉണ്ട്, അപ്പൊ ഡെഫിനറ്റ്ലി ബ്യൂട്ടൈൻ. അപ്പൊ രണ്ടാമത്തെ കാർബണിലാണ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള ഹാലജൻ ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂന്റിന്റെ പേര് കൊടുത്തു, എന്താണ്? 2 എന്ന് കൊടുത്തു. ഇനി അവിടെ ഉള്ള ആരൊക്കെയാണ്? 2 ക്ലോറിൻ. അപ്പൊ 2 രണ്ടും ഒരേപോലെയാണ്. ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ഡൈ എന്ന പേര് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറയും? ഡൈ ക്ലോറോ. ഒരു മാറ്റവും ഇല്ല, ക്ലോറോ തന്നെ 2 എണ്ണം വരുമ്പോൾ ഡൈ എന്നുള്ളൊരു പ്രിഫിക്സ് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എളുപ്പാണേ. നമ്മൾ നേരത്തെ ആൽക്കഹോളും നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ എന്തുണ്ട്, എപ്പോൾ അവസാനമാണ് പേര് വരുന്നത്? ആൽക്കഹോൾ, മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ എന്നൊക്കെ പറഞ്ഞാൽ അവസാനമാണ് പേര് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിനാദ്യം നമ്മൾ അറിയിക്കും. ചുറ്റുള്ള ആൾക്കാരൊക്കെ നമ്മൾക്കിപ്പോൾ ഒരു പരിപാടിയൊക്കെ നടക്കുന്ന അനൗൺസ്മെന്റ് നടത്തില്ലേ, അതുപോലെ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ 1 ക്ലോറോ പ്രൊപ്പെയിൻ ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? എന്റെ ഒന്നാമത്തെ, ഞാൻ പ്രൊപ്പെയിൻ ആണ്, എന്റെ ഒന്നാമത്തെ പൊസിഷനിൽ ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇതാ നമുക്ക് ക്ലോറിന് വിട് പോ. അടുത്ത നമുക്ക് ആറ്റത്തിന് എടുക്കുക. ആരാണ്? നമ്മൾ ബ്രോമിനെ എടുത്തു. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വേറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വലിയ ചെയിനിന്റെ എന്താണ് ബ്രാഞ്ച് ആയിട്ടൊന്നും പോകുന്നില്ല, സിംഗിൾ ഒരൊറ്റ ചെയിൻ ആണ്. അപ്പൊ ചെയിൻ നമ്മൾ നമ്പർ എങ്ങനെ കൊടുക്കുക? ബ്രോമിന്റെ ഏറ്റവും അടുത്തുള്ള കാർബൺ ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ നമ്മൾ എവിടെ നിന്ന് നമ്പർ തുടങ്ങണം? അതിന്റെ തൊട്ടടുത്ത് തുടങ്ങുക. 1 2 3 4 5. അപ്പൊ എന്താണ് നമ്മൾ പേര് കൊടുക്കുക? രണ്ടാമത്തെ പൊസിഷനിലാണല്ലോ, അപ്പൊ 2. രണ്ടാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത്? ബ്രോമിൻ എന്ന് നമ്മൾ കൊടുക്കുവോ? ഇല്ല. നമ്മൾ പേര് എടുക്കുമ്പോൾ എപ്പോഴും ബ്രോമോ എന്നാണ് കൊടുക്കുക.
എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ് 5 എന്ന് പറയുമ്പോൾ പെന്റ് ഹൗസിൽ 5 പേരോട് താമസിച്ചെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, പെന്നിട്ട് 5 പേർ പെന്റ് ഹൗസിൽ താമസിച്ചു. അപ്പൊ എന്താണ് 2 ബ്രോമോ പെൻഡെയിൻ എന്ന് നമുക്ക് പേര് കിട്ടും. സംഭവം ക്ലിയർ ആയല്ലേ ഏറെക്കുറെ? ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് പറയുക, ഇത് നമ്മൾ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസ് ചെയ്യാം. നേരത്തെ അതിനെ വെച്ച് നോക്കുമ്പോൾ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളെല്ലാം തോന്നാം. ആർ എന്നൊക്കെ പറഞ്ഞ ആരാ സാറേ? അത് രഘു ആണോ, രാജീവനാണോ, അല്ലെങ്കിൽ രാമകൃഷ്ണനാണോ, അല്ലെങ്കിൽ രാമനാണോ, സീതയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വരണ്ട. ആർ എന്ന് വെച്ച ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ആൽക്കോക്സി എന്ന് പറയുന്നത്. ആൽക്കൈനും ഒരു ഓക്സിജനുള്ള ആൽക്കോക്സി എന്ന് പറയുന്നത്. പക്ഷേ ഇവരെ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്. അതായത് നമ്മൾ OH വരുമ്പോൾ ആൽക്കോൾ എന്ന് വിളിക്കും, COH വരുമ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കും, OR വരുന്ന ആൾക്കാർ നമ്മൾ എന്ത് വിളിക്കും? ഈഥർ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഈഥർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ആർ എന്ന് പറയുന്ന ആരാണ്? ജനറലി ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ഒരു വര ഇട്ടിട്ട് നമ്മൾ ഈ എന്താണ് ബ്രാഞ്ച് സബ്സ്റ്റിറ്റ്യൂഷനിൽ CH3 CH2 CH3 ഓക്കെ, അല്ലെങ്കിൽ CH2 CH3 ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടോ, ഒരു ബ്രാഞ്ചൊക്കെ വന്ന് ഇങ്ങനത്തെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സെറ്റപ്പ് ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് എന്ത് വിളിക്കും? ഇതെല്ലാം ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് അല്ലേ? ഇത് മീഥൈലാണ്, ഇതെന്താണ്, ഇത് ഈഥൈലാണ്, ഇതെന്താണ്, ഇത് ഐസോബ്യൂട്ടൈൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം. ഐസോബ്യൂട്ടൈൽ അല്ല, ബ്യൂട്ടൈലാണിത്. ഓക്കെ, നിയോബ്യൂട്ടൈൽ ഐസോബ്യൂട്ടൈൽ അങ്ങനെ എന്തുകൊണ്ട് ഇതിന്റെ പേര്? ഓക്കെ, എനിവേ യു ഡോണ്ട് നീഡ് ടു ബോദർ അബൌട്ട് ദാറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഇങ്ങനെയുള്ള ഏത് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർ എന്ന് പറയുന്നത്. അപ്പം ഇതിനെങ്ങനെ പേരിടുക? പേരിടുന്ന ഇതാണ് ആൽക്കോക്സി ആൽക്കൈൻ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആൽക്കൈൻ്റെ ഈ ആഴ്ച അങ്ങനത്തെ പരിപാടി ഒന്നുമല്ല. ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ് പറയാം. ഓക്കെ, ഈ ആൽക്കോക്സിൽ ഈ ആദ്യത്തെ ആൾക്കാരാണ്, രണ്ടാമത്തെ ആൾക്കാരാണെന്നല്ല അറിയണം. അപ്പൊ രണ്ട് സൈഡും, അതായത് ഈ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഓക്സിജന്റെ ഈ സൈഡിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇപ്പുറത്തെ സൈഡിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ രണ്ട് പേരുണ്ട്, രണ്ട് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ പേരിടുമ്പോൾ നമ്മൾ രണ്ടാളെയും കൺസിഡർ ചെയ്യണം. അപ്പോ രണ്ട് സൈഡ് നോക്കുമ്പോൾ ലോങ്സ്റ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ടേക്കൺ ആസ് ആൽക്കെയിൻ. അതായത് നമ്മളിപ്പോൾ പാരന്റ് ചെയിൻ എന്നൊക്കെ നമ്മൾ നേരത്തെ വിളിച്ചത് ഏറ്റവും വലിയ ചെയിനിന് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സബ്സ്റ്റിറ്റ്യൂന്റ് ഒക്കെ എടുത്തിട്ട് അവസാനം നമ്മൾ എന്താണ് ബ്യൂട്ടൈൻ, പെൻഡൈൻ, പ്രൊപ്പൈൻ, മീഥൈൻ, ഈഥൈൻ എന്നൊക്കെ നമ്മൾ എഴുതും, അവസാനം എഴുതും. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ ആരാണ് ഏറ്റവും വലുതെന്ന് നോക്കുക. ആ വലിയ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? ആൽക്കെയിൻ ഇടും, ചെറിയ ആൾക്കാർ നമ്മൾ ആൽക്കോക്സി ഇടും. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ CH3 ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ CH2 CH3 ഉണ്ട്. അപ്പൊ നമ്മൾ പേരെന്താ ഇടുക? വലിയ ആളെ നമ്മൾ ആൽക്കെയിൻ ആക്കുക. അപ്പൊ പേരെന്താണ്? ആൽക്കോക്സി ആൽക്കെയിൻ എന്നല്ലേ? അപ്പൊ വലിയ ആള് ഞാൻ ഇവിടെ എഴുതും, എന്താണ്? ഇഥൈൻ എഴുതും. അപ്പൊ ബാക്കി പേരെന്തായിരിക്കും? മീഥൈൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിന് നമ്മളത് മീഥോക്സി എന്ന് നമ്മൾ എഴുതും. അപ്പൊ എന്താ പേര്? മീഥോക്സി ഇഥൈൻ. അല്ലാതെ പേര് ഈത്തോക്സി മീഥൈൻ എന്ന് നമ്മൾ എഴുതരുത്. ഈത്തോക്സി മീഥൈൻ നമ്മൾ എഴുതരുത്. കാരണം എന്താണ്? നമ്മൾ വലിയ ഗ്രൂപ്പിനെയാണ് നമ്മൾ എപ്പോഴും എന്താണ് അതിന്റെ ആൽക്കെയിൻ എന്ന് നമ്മൾ എഴുതുന്നത്. ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കോക്സി എന്ന് എഴുതുന്നു. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ എക്സാമ്പിൾ ചെയ്താൽ മാത്രമേ നമ്മൾ വൃത്തിക്ക് പഠിക്കൂ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഞാൻ ആദ്യം എടുക്കുന്ന എക്സാമ്പിൾ നോക്കിയേ. 1 2 3 4. എന്താണ്? രണ്ട് സൈഡ് നോക്കി ഏതാണ് വലുത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, രണ്ട് സൈഡ് ഈക്വൽ ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പേര് വളരെ സിമ്പിൾ ആണ്, രണ്ടും രണ്ട് കാർബൺ. അപ്പം എത്ത് വെച്ചിട്ട് ഈത്തോക്സി ഇഥൈൻ നമുക്ക് എഴുതാം. അടുത്തെന്താണ്? നമ്മൾ നേരത്തെ കണ്ട ആള് എന്താണ്? വലിയ ചെയിൻ ഇവിടെ ഉണ്ട് അല്ലേ? എന്താണ്? ലോങ്സ്റ്റ് ചെയിൻ ഇവിടെയാണ്. ഇതെന്താണ്? ഇത് ഷോർട്ട് വൺ ആണ്. അപ്പൊ ലോങ് ചെയിൻ നമ്മൾ ഇതേന്ന് കൊടുക്കും അല്ലെ? അതാണ് ആൽക്കെയിൻ കൊടുക്കുക. അപ്പൊ എന്താ ചെയ്യും? നമ്മുടെ പേര് ചെറിയ ഗ്രൂപ്പിന് ആദ്യം എഴുതിയിട്ട് മീത്തോക്സി നമ്മൾ എഴുതും, പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിന് നമ്മൾ മീത്തോക്സി ഇതേന്ന് എഴുതും. ഈ ഇതോക്സി എഴുതിയൻ ഉണ്ടല്ലോ, ഇതതിന്റെ IUPAC പേരാട്ടോ. ഇവരെ വിളിക്കുന്ന വേറെ നല്ല സൂപ്പർ പേരുണ്ട്. എന്താണെന്നറിയോ? ഡൈ ഈഥൈൽ ഈഥർ എന്നാണ് നമ്മൾ ഈ പുള്ളിക്കാരനെ വിളിക്കുന്ന വേറൊരു പേര്. ഓക്കെ, ഡൈഇഥൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കും. നമ്മളിപ്പം ലാബിൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ രണ്ടെണ്ണം കൂടി ഒരു സാധനത്തിൽ അലിയിപ്പിച്ച് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ നിങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഇങ്ങനെ ഉപയോഗിക്കുന്ന, അതായത് വെള്ളം അല്ലെങ്കിൽ ബാക്കി ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റ് ആണ് ഡൈ ഈഥൈൽ ഈഥർ. അപ്പൊ അതിന്റെ പേര് നമ്മൾ IUPAC പേര് ഇതോക്സി ഇഥൈൽ എന്ന് വിളിക്കും. കോമൺ ആയിട്ട് ഡൈ ഈഥൈൽ ഈഥർ എന്നുള്ള ഒരു പേര് കൂടി ഉണ്ട്. കാരണം എന്താണ്? ഈ ഗ്രൂപ്പ് ഓഫ് കമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്ന പേര് ഈഥർ. അപ്പൊ ഈഥർ തന്നെ നമ്മൾ നോക്കിയ ഡൈ ഈഥൈൽ, രണ്ട് ഈഥൈലുള്ള ഈഥറാണ്. ഓക്കെ, ഈ O വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് ഈഥർ എന്നായി. അപ്പൊ രണ്ടും സെയിം ആണ്. നമ്മൾ എന്തെടുക്കും? ഡൈ എന്ന് വിളിക്കും, നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഡൈ ഈഥൈൽ ഈഥർ എന്ന് കൂടി ഇതിന്റെ പേരുണ്ടെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാ വേറെ നല്ല വെറൈറ്റി ഒരാളും കൂടി ഞാൻ തന്നിട്ടാ. ഇവിടെയും രണ്ടാളുണ്ട്, ഇവിടെ മൂന്നാളുണ്ട്. ആരാ ലോങ്? ഇതാ ലോങ്സ്റ്റ് റൈറ്റ് സൈഡിലുണ്ട്, ഇവിടെ ഷോർട്ട്. ഇത് എപ്പോഴും ലോങ് റൈറ്റും മറ്റേത് ലെഫ്റ്റും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. രണ്ട് സൈഡിൽ എങ്ങനെ വേണമെങ്കിൽ എഴുതി തരാം. നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. വലിയ ചെയിൻ ചെയ്താ ചെറുത് നോക്കുക. അപ്പൊ വലിയ ചെയിൻ നമ്മൾ ആദ്യം ചെറിയ ചെയിൻ നമ്മൾ ആദ്യം എഴുതും അല്ലെ? എന്താണ്? മീത്തോക്സി അല്ല, രണ്ട് കാർബൺ അല്ലേ? അപ്പൊ ഇത്തോക്സി
ഏതാണ് ഇവിടെ 3 ആൾ. അപ്പൊ പ്രൊപ്പേൻ, ഇതോക്സി പ്രൊപ്പേൻ. എളുപ്പമല്ലേ? ആൽക്കോക്സി ഗ്രൂപ്പ് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അതൊക്കെ ഒന്ന് ആശ്വസിച്ച് അവിടെ ഇരി. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഐസോമെറിസം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ ഐസോമെറിസം? ഐസോമെറിസം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതെന്താണ്, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ ജിക്സോ പീസ് പോലത്തെ പീസുകൾ ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് വെച്ചിട്ട് പല ഷേപ്പുകളൊക്കെ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ സെയിം ആണ് എല്ലാവർക്കും. ഇത് ഈ ഒരേ സെറ്റ് ഓഫ് സാധനങ്ങൾ ഞാൻ കുറേ കുട്ടികൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഒരേപോലെയാണോ ഉണ്ടാക്കുക? അല്ല, എല്ലാവരും അവരെ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. പക്ഷെ ഏത് ഷേപ്പ് ആക്കിയാലും അതിന് ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസ് ഡിഫറെന്റ് ആണോ? അല്ല, സെയിം കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ഡിഫറെന്റ് സാധനങ്ങൾ ഉണ്ടാക്കി. ഒരാൾ ബസ് ഉണ്ടാക്കിയിട്ട് മറ്റൊരു കാർ ഉണ്ടാക്കും. അറ്റ്ലീസ്റ്റ് അവരുടെ കണ്ണിൽ അത് കാറും ബസ്സും ആയിരിക്കും. അപ്പൊ എന്താണ്, ഒരേ കമ്പോണൻസ് ആണ്, പക്ഷെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ എങ്ങനെ മനസ്സിൽ വെച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഞാൻ രണ്ടാളെ തന്നിട്ടുണ്ടേ, ചോദിക്കുക ആർ ദേ സെയിം ഓർ നോട്ട്. ഇവർ രണ്ട് സെയിം ആണോ എന്ന് ചോദിക്കുന്നത്. സെയിം ആണോ? സൂക്ഷിച്ച് നോക്കിയേ. OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്. ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ പക്ഷേ CH3 ഒന്നുമില്ല. CH ഇവിടെ ഉണ്ട്, ഇവിടെ CH ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളെ കാണുന്നത്. പക്ഷെ നോക്കിയേ, 3 കാർബൺ ഇവിടെയുണ്ട്, ഇവിടെ എന്തുണ്ട്? 3 കാർബൺ. അപ്പൊ നമ്മൾ രണ്ടിലും കൂടി കോമൺ ആയിട്ട് 3 കാർബൺ കോമൺ ആണ്. ഇനി ഹൈഡ്രജൻ എത്രയുണ്ട്? ഇവിടെ 3ഉം 2ഉം 5ഉം 2ഉം 7ഉം 1 8. ഇവിടെ എത്രയുണ്ട്? 3ഉം 1ഉം 4ഉം 3ഉം 7ഉം 1 8. 8 എന്താണ്, ഹൈഡ്രജനും ഉണ്ട്. ഇനി വേറെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പം ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ എന്താണ്? C3H8O. നമ്മൾ അതിന്റെ മോളിക്കുലാർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ പഠിച്ചു. അപ്പൊ ഇതെന്താണ്? ഇത് സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ കൊടുത്തത്. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തത് എന്താണ്? ഇതാണ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ നോക്കിയേ, രണ്ടാളെയും മോളിക്കുലാർ ഫോർമുല സെയിം ആ. കണ്ടോ? സെയിം നമ്പർ ഓഫ് കാർബൺ, സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ, സെയിം നമ്പർ ഓഫ് ഓക്സിജൻ. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ നോക്കുമ്പോൾ എന്താണ്? സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആണ്. അതെന്താ അങ്ങനെ? അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടും സെയിം അല്ല. സെയിം ആണോ എന്ന് വെച്ചാൽ ശരി, മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ അതിന്റെ സ്ട്രക്ചർ രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഐസോമെറിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല, ഒരേ മോളിക്കുലർ ഫോർമുല, ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിനാണ് നമ്മൾ പറയുന്നത് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഐസോമേഴ്സ് ആവുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഓരോ കമ്പൗണ്ട് ഇങ്ങനെ മാറി സ്ട്രക്ചർ ഒക്കെ ആക്കിയിട്ട്, അതിന് വിളിക്കുന്ന പേരാണ് ഐസോമറിസം. അതായത് നിങ്ങൾ നേരത്തെ ജിക്സോ പറഞ്ഞു, ജിക്സോ ഇങ്ങനെ മാറ്റി നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഫറെന്റ് ഷേപ്പുകൾ ഉണ്ടല്ലോ, അതിന് നമ്മൾ അതിന്റെ ഐസോമേഴ്സ് എന്ന് വിളിക്കും. ഈ ഷേപ്പ് ആവുന്ന നിങ്ങൾ ഈ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കൂട്ടി വെക്കുന്നത്, അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോസസ്സും സംഭവം അതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഐസോമറിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന 3 ഐസോമറിസം ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 ഒന്നാമത്തെ ചെയിൻ ഐസോമറിസം, രണ്ടാമത്തെ ഫങ്ഷണൽ ഐസോമറിസം, മൂന്നാമത്തെ പോസിറ്റീവ് ഐസോമറിസം. ഈ ഫങ്ഷണൽ ഐസോമേഴ്സും പോസിറ്റീവ് ഐസോമേഴ്സും നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ചെയിൻ ഐസോമേഴ്സും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ മുന്നേ കണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നതേ ഉള്ളൂ, പേര് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരും. അപ്പൊ നമുക്ക് 3 ആൾക്കാർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചെയിൻ ഐസോമർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ ഐഡിയ? ചെയിൻ ഐസോമറിസം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കണ്ടോ, 4 കാർബൺ ഉണ്ട്, എത്രയുണ്ട്? 3 2 5 2 7 3 10. അപ്പൊ തന്നെ C4H10 ആണ് ഇതിന്റെ കോമൺ ഫോർമുല. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്താണ്? C4 3 4 3 7 3 10. C4H രണ്ടാളെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി രണ്ടുപേരും ഐസോമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഫോർമുല പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയാണ്. CnH2n+2 ആണ് ആരുടെ ജനറൽ ഫോർമുല? ആൽക്കൈൻ്റെ അല്ലേ? ബാക്കി എല്ലാവരും പഠിച്ച ഓർമ്മയുണ്ട്. CnH2n ആരുടെയാണ്? ആൽക്കീൻ്റെ ആണ്, നമ്മൾ പഠിച്ചു. CnH2n-2 ആരുടെയാണ്? ആൽക്കൈൻ്റെ ആണെന്നൊക്കെ പഠിച്ചു. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ ഈ സമയത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ആരോടും പറയണ്ട, നിങ്ങൾ സീക്രട്ടായി വെച്ചോ. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ രണ്ടാളും ഫോർമുല സെയിം ആണ്, പക്ഷേ വ്യത്യാസം എന്താണ്? രണ്ടാളും അറേഞ്ച് ചെയ്തിട്ടുള്ള അതിന്റെ ചെയിൻ ലെങ്ത് കുറച്ച് വ്യത്യാസം. ഇവിടെ 4 ആളുള്ള ചെയിൻ ആണ്, ഇവിടെ 3 ആളുള്ള ചെയിൻ, അതിന്റെ കൂടെ നമുക്കൊരു ബ്രാഞ്ചും കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ചെയിൻ ഐസോമേഴ്സ്? അത്രയേ ഉള്ളൂ, സിമ്പിൾ. കമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് പോസസ് എ ഡിഫറൻസ് ഇൻ ദ ചെയിൻ സ്ട്രക്ചർ. ചെയിൻ സ്ട്രക്ചർ ഡിഫറൻറ്റ് വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ചെയിൻ ഐസോമേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ജനറലി കാർബണും ഹൈഡ്രജനും ഉള്ള ആൾക്കാരാണ് ചെയിൻ ഐസോമേഴ്സ് കാണിക്കാറ്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യമേ സീനേ മാറും. ഓക്കെ, നമ്മൾ അത് ആലോചിക്കേണ്ട. ഇപ്പൊ ചെയിനിൽ എന്താണ്? കാർബണും ഹൈഡ്രജനും ഒക്കെ ഉണ്ടാവും, അവർ രണ്ട് ചെയിൻ്റെ ലെങ്ത് നോക്കുക എന്താണ്, എന്നിട്ട് ബ്രാഞ്ച് ഒക്കെ ഉണ്ടോ നോക്കുക. അപ്പൊ അതിനർത്ഥം എന്താണ്? അവരെ ചെയിൻ കുറച്ച് ഡിഫറെന്റ്. ഇപ്പൊ ഒന്നാമത്തെ ആൾ നോക്കി ഇങ്ങനെയാണ്, രണ്ടാമത്തെ ആൾ ഒരു T ഷേപ്പാണ് കേട്ടോ. അപ്പൊ നോക്കിയാൽ എന്താണ്? രണ്ടിലും ഇതിപ്പോ ഇവിടെ നോക്കുവാണെങ്കിലും 4 ആൾക്കാരുണ്ട് അല്ലെ, ഇവിടെ 4 ആൾക്കാരുണ്ട്, ഇവിടെയും 4 ആൾക്കാരുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? അവരുടെ ചെയിനിന്റെ സ്ട്രക്ചർ കുറച്ച് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇതിന് ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കണം. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതാ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളെ തന്നിട്ടുണ്ട്. ഇവിടെ എത്ര ആളുണ്ട്? 1 2 3 4 5 പേരുണ്ട്. ഓക്കെ, 5 പേര് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതെന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, 5 പേര് ഞാൻ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള ചെയിൻ ഐസോമേഴ്സ് എഴുതാനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഒരാൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഞാനിപ്പം ഹൈഡ്രജൻ ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പിന്നെ ഹൈഡ്രജൻ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സി 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 5 കാർബൺ ആണല്ലോ. നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? 5 ആൾ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ ഹൈഡ്രജൻ ഇല്ലാതെ തന്നെ നോക്കിയേ. സി 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 അതാണ് ഇതാ ഇവിടെ കാണുന്ന ഈ സാധനം കണ്ടോ. ഹൈഡ്രജൻ നിങ്ങൾ പിന്നെ ആഡ് ചെയ്താൽ മതി. ഹൈഡ്രജൻ എങ്ങനെ ആഡ് ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താണ്? നമ്മൾ കാർബണിന്റെ ചുറ്റും 4 എന്താണ് കണക്ഷൻസ് വേണം, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കണക്ഷൻ ആയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 3 കണക്ഷൻ വേണം. അപ്പോൾ 3 ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി വേറെ ഐസോമർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? 1 2 3 4 ഇതാ ഇവിടെ ഒന്ന് എഴുതാലോ. 5 ആയാലും ഇങ്ങനെ എഴുതാലോ. ഇങ്ങനെ എഴുതാം. പിന്നെ തരത്തിൽ പറ്റുമോ? ഇപ്പൊ സി 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 ഇനിയിപ്പം നമ്മൾ ഇവിടെ ഹൈഡ്രജൻ വെച്ച് ഇവിടെ കാർബൺ വെച്ചാലും ഇത് രണ്ടും കണ്ടോ, ഇത് രണ്ടും സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പിന്നെന്താണ്? അപ്പം നമുക്ക് മനസ്സിലായി എത്ര സ്ട്രക്ചറാ? 1 2 3 3 തരത്തിലാണ് 3. പിന്നെ ഇത് ഇവിടെ 4ാമത്തെ, സോറി, ഇത് രണ്ടും സെയിം ആണല്ലോ. 1 2 3 സ്ട്രക്ചറാണ് പോസിബിൾ ആയിട്ടുള്ള 3 ചെയിൻ ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ള. ഇനി ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞ മക്കളെ? ഇവിടെ എത്രയുണ്ട്? 5 കാർബൺ ഉണ്ട്. അപ്പൊ എന്താണ് അതിന്റെ പേര്? പെൻഡെയിൻ എന്ന് നമുക്ക് പേരിടാം. ഇവിടെ എത്രയുണ്ട്? ഇവിടെ വലിയ ചെയിൻ ഏതാ? ഏറ്റവും വലിയ ചെയിൻ ഏതാ? എങ്ങനെ നോക്കിയാലും ഇതാ ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം. എല്ലാറ്റിലാണ് 3 കാർബൺ വരുന്നതാണ് ഏറ്റവും വലിയ ചെയിൻ. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ പേരെന്താണ്? നമുക്ക് പ്രൊപ്പെയിൻ എന്നാണ് ഫൈനൽ ആയിട്ടുള്ള പേര് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂൻസ് നോക്കിയേ. ഇപ്പൊ ഞാനിതാ ഈ ഒരു വലിയ ചെയിൻ എടുക്കുവാണേ. ഈ നടുവിൽ കണ്ട ഞാനിപ്പോൾ ലാസ്റ്റ് വരച്ച വര നോക്കുക. എത്രയാണ്? ഒരു കാര്യം ചെയ്യാം, കുറച്ച് ക്ലിയർ ആക്കിക്കളെ. എല്ലാം നമുക്ക് മായ്ച്ച് കുറച്ച് വൃത്തിക്ക് ചെയ്യാം. ഓക്കെ, നോക്കിയേ, ഈ വലിയ ചെയിൻ ഞാൻ എടുക്കുക. 3 1 2 3. അപ്പൊ എന്താ പേര് വരിക? രണ്ടാമത്തേൽ ആരുണ്ട്? 2. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ 2. ഒന്നാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ 2 ഉണ്ട്. രണ്ടാമത്തെ ആരാ? 2 തന്നെ ഉണ്ട്. രണ്ടാളും പേരെന്താണ്? ഡൈ മീഥൈൽ പ്രൊപ്പൈൻ എന്ന് നമുക്ക് പേര് കിട്ടും. ഡൈമീഥൈൽ 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. എന്താണ്? രണ്ടാമത്തെ പൊസിഷൻ 2 2. രണ്ടാമത്തെ പൊസിഷൻ ഒരു മീഥൈൽ ഉണ്ട്. രണ്ടാമത്തെ പൊസിഷൻ അടുത്ത മീഥൈൽ. അപ്പൊ 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ നെയിമിംഗ് നിങ്ങൾ മുന്നേ പഠിച്ചതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലായിട്ട് പോകുന്നില്ല. സബ്സ്റ്റിറ്റ്യൂൻസിന്റെ പൊസിഷൻ ഏതാണ് ആദ്യം ഡിനോട്ട് ചെയ്യുക, പിന്നെ സബ്സ്റ്റിറ്റ്യൂൻസിന്റെ പേര് പറയുന്നു, അവസാനം നമ്മൾ പാരന്റ് ചെയ്യുന്നത്, അത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിന്റെ പേര് കൂടി കൊടുക്കുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാളുണ്ട്? 1 2 3 4 6 കാർബൺ ഉണ്ട്. ഇതിന്റെ പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞു, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആദ്യം അതിന്റെ സ്ട്രക്ചർ മാത്രം ചുമ്മാ അങ്ങ് വരച്ചു നോക്കുക. 1 2 3 5. 1 ഇവിടെ ആയേ. രണ്ടാമത് ഞാനത് അടുത്ത ഒരു ബ്രാഞ്ച് ഇവിടെ വെച്ചു. ഓക്കെ, അടുത്ത് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? 1 2 3 4. 4 ആളെ ഞാനിവിടെ വെച്ചേ. ഇതാ 2 ആളെ മുകളിലും താഴെ ഞാൻ ഇവിടെ വരച്ചു. ഇങ്ങനെ നമുക്ക് വരക്കാലോ? വരക്കാം, ഒരു കുഴപ്പമില്ല. അടുത്ത് നമുക്ക് എങ്ങനെ വരക്കാം? സി 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 സി. ഇതാ ഇവിടെ ഒരു ബ്രാഞ്ച് വരച്ചു. ഇത് ഇവിടെ അടുത്ത വരച്ചു. 6 ആളുണ്ടോ? നിങ്ങൾ 6 ആളുണ്ടോ നോക്കിയാൽ മതി. വേറെ നമുക്ക് വേറെ ഓക്സിജൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ. ചെയിൻ ഐസോമേഴ്സ് കാർബണും ഹൈഡ്രജൻ മാത്രം വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, വേറൊരു പോസിബിലിറ്റി ഉണ്ടോ നോക്കിയേ. വേറെ എങ്ങനെ വരച്ചാലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ കിട്ടാനാണ് സാധ്യത. ഓക്കെ, പക്ഷെ നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ അല്ലേ. ഇതാ ഇവിടെ ഞാൻ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? 3 3 ഇവിടെ 7 ആയിപ്പോയി അല്ലേ. 3 3 6 ഇങ്ങനെ വരക്കാൻ പറ്റുമോ? ഇല്ല, സാധനം സെയിം ആണ്. ഈ വരച്ച സാധനം തന്നെയാണ് ഞാൻ ഇവിടെ വേറൊരു തരത്തിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് ഇതൊരു പോസിബിൾ ആണ്, ഇതൊരു പോസിബിൾ ആണ്, ഇതൊരു പോസിബിൾ. ഇനി പോസിബിലിറ്റി ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ പേരെന്തായിരിക്കും? ഇതിനെ നമ്മൾ വിളിക്കാം എന്താണ്? ഹെക്സെയിൻ എന്ന് വിളിക്കാം അല്ലെ. 6 അല്ലേ? ഹെക്സെയിൻ എന്ന് വിളിക്കാം. ഇതിന്റെ പേരെന്തായിരിക്കും? ഇവിടെ 2 മീഥൈൽ പെൻഡെയിൻ എന്ന് വിളിക്കാം. ഇയാളെ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? 2 3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്ന് വിളിക്കാലോ അല്ലേ. അടുത്ത ആളെ നോക്കിയേ, എന്താണ്? 2 2 ഡൈമീഥൈൽ എന്താണ്? ബ്യൂട്ടൈൻ. ഇങ്ങനെയും വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 3 4 പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് ഈ തന്ന ആൾക്കാർക്ക് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ ചെയിൻ ഐസോമർ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷണൽ ഐസോമർ സിമ്പിൾ ആയിട്ടാണ്. രണ്ടാളും സെയിം മോൾ ആസ് യൂഷ്വൽ. ഐസോമർ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലായ ഫോർമുല സെയിം ആയിരിക്കും.
പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ്. ഇവിടെ നോക്കിയേ എത്രയുണ്ട്? ഇവിടെ 3 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 2 7 1 8 ഹൈഡ്രജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു 8 ഓക്സിജൻ ഉണ്ട്. ഇവിടെയോ 3 കാർബൺ ഉണ്ട് അല്ലേ? C3 3 2 5 3 8 8 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ. അപ്പൊ എന്താണ്? രണ്ടിന്റെയും മോളിക്കുലാർ ഫോമുല സെയിം ആണ്. സോ നമുക്ക് ഇവരെ പേര് നോക്കിയാലോ? നോക്കാം. ഇവിടെ എത്രയുണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? പ്രൊപ്പെയിൻ നമ്മൾ എഴുതുവോ? ഇല്ല, പ്രൊപ്പാനിൽ നമ്മൾ നിർത്തും. കൂടെ ആരുണ്ടാവും? ഓൾ. ഈ -8 നമ്മൾ അവിടെ ആര് ചേർക്കും? ഓൾ ചേർക്കും. അപ്പൊ പ്രൊപ്പനോൾ എന്ന് പേര് കിട്ടും. ഇയാളുടെ പേരോ? രണ്ട് സൈഡ് നോക്കിയേ, വലിയ ചെയിൻ ഏതാ? ദാണ്ട് ഇവിടെ കിടക്കുന്നല്ലേ. അപ്പൊ അവൻ നമുക്ക് എന്ത് ചെയ്യും? 2 ആണ്. അപ്പൊ നമ്മൾ ഇതേന്ന് എഴുതും. അവന് അവസാനം വാലറ്റമാണ് ആര്? ഇതേന്ന് വരും. സഫിക്സ് ആണ് ഇത് വരുന്നത്. ആദ്യം ആരാ വരുന്നത്? ആദ്യം ചെറിയ ഗ്രൂപ്പിന്റെ പേര് ചേർത്ത് നമ്മൾ ഓക്സി ചേർത്തിട്ട് വരും. അപ്പൊ ഇവിടെ ആരാണ്? മിഥനോക്സി. സോറി, മിഥനോക്സി അല്ല, മിഥോക്സി. അതിന്റെ പേരന്റ് പേര് മാത്രം എടുത്താൽ മതി കേട്ടോ. മെഥനോക്സി എന്നൊക്കെ പറഞ്ഞ എന്റെ മിസ്റ്റേക്ക് ആണ്. മിഥോക്സി എന്ന് മാത്രം മതി. അപ്പൊ മിഥോക്സി ഇതേന്ന് വരും. ഓക്കെ ആണ്. നമ്മൾ ഇടതും വലതും ഞാൻ നോക്കണ്ട നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ വലിയ ഗ്രൂപ്പും ചെറിയ ഗ്രൂപ്പും മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ അതിനാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമേഴ്സ്. സിമ്പിൾ എന്താണ്? മോളിക്കുലർ ഫോമുല ഒക്കെ സെയിം ആണ്, പക്ഷെ 2 ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്നതിനാണ് നമ്മൾ എന്താ പറയാ? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയാം. ഓക്കെ. അടുത്ത പൊസിഷൻ ഐസോമേഴ്സ് എന്താന്ന് നോക്കാം. ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓക്കെ, എനിവേ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വെച്ചാൽ നേരത്തെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ഐസോമേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ OH എവിടെയുള്ള? 1ാമത്തെ കാർബണിലാണ്. ഇവിടെയോ? ഇവിടെ അങ്ങ് എവിടെയാണ്? 1 2 3. ഇവിടെ 2ാമത്തെ കാർബണിലാണ്. അപ്പൊ എന്താണ്? ഇഫ് ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ് ഇൻ 2 കമ്പൗണ്ട്സ് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോമുല ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. അവിടെയാണ്. ഇവിടെ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയാലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഐസോമേഴ്സ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാനതാ പറഞ്ഞു, ഇത് രണ്ടും കണക്റ്റഡ് ആണെന്ന് പറയാം. ഫങ്ഷണൽ ഐസോമേഴ്സ് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. പൊസിഷൻ ഐസോമേഴ്സ് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും, പക്ഷേ പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഇവിടെ 3 ആളുണ്ട് അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ വിളിക്കുക? പ്രൊപ്പനോൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്താ വിളിക്കുക? 1 പ്രൊപ്പനോൾ അല്ലെ പ്രൊപ്പാൻ 1 ഓൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. 1 പ്രൊപ്പനോൾ എന്ന് നമുക്ക് വിളിക്കാം. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 2 പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 2 ഓൾ എന്ന് വിളിക്കാൻ നമ്മൾ കണ്ടു. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ടാ. ഇവിടെ ഒരാളെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ പേര് ഇയാളുടെ? 3 കാർബൺ ഉണ്ട് അല്ലേ. അതുപോലെ ഒരു ക്ലോറിനും ഉണ്ട്. നമ്മൾ എന്താ പേര് കൊടുക്കുക? ക്ലോറിൻ എവിടെയാണ് ഉള്ളത്? 1 2 3, 1ാമത്തെ പോർഷൻ. അപ്പൊ 1 ക്ലോറോ. ആരാ വലിയ ചെയിൻ ഉള്ളത്? 3 ആളല്ലേ. 1 ക്ലോറോ പ്രൊപ്പെയിൻ. അല്ലെങ്കിൽ എങ്ങനെ? ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം. 1 ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ക്ലോറോ പ്രൊപ്പെയിൻ ഇട്ടാലോ ആരാണ് നമുക്ക് മനസ്സിലാക്കണം? 1ാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ഉള്ളപ്പോൾ നമ്മൾ ക്ലോറോ പ്രൊപ്പെയിൻ. പ്രൊപ്പനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 1ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? അവിടെ ക്ലോറിൻ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് എന്തെല്ലായിരിക്കും? അവിടെ ഞാൻ ഇവിടെയും ഞാൻ വെറുതെ സ്ട്രക്ചർ മാത്രം വരച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഇതാ ഇവിടെ ഒരു Cl എഴുതി കഴിഞ്ഞാൽ എന്താ? അതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് ആയി. അപ്പൊ എത്ര? 2 പോസിബിൾ ആയിട്ടില്ല. ഇതൊരു പോസിബിൾ ആണ്, ഇതൊരു പോസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. CH3 CH2 CH2 Cl. ഇതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് എന്തായിരിക്കും? 1ാമത്തെ നിങ്ങൾക്ക് അറിയാം CH3 സോറി ഇത് രണ്ടും സെയിം ആണല്ലോ. CH2 CH3. അപ്പൊ ഇതിനെ നോക്കി CH3 CH2 CHCl CH3. ഇവിടെ എന്താണ്? 4 ഗ്രൂപ്പ് ഉണ്ട്, കൂടെ ഒരു ക്ലോറിൻ ഉണ്ട്. ഓക്കെ. നിങ്ങൾ ഇവിടെ കാർബണും ഹൈഡ്രജൻ നിങ്ങൾ വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നൊന്നും ഇല്ല. നിങ്ങൾ എണ്ണിയാൽ മനസ്സിലാവും. 3 എത്രയാണ്? 2 5 2 7 2 9. 3 2 5 1 6 3 9. എണ്ണത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അടുത്ത പോസിബിലിറ്റി എന്തായിരിക്കും? Cl C. ഇതാ ഇങ്ങനെയും നമുക്ക് എഴുതാം. CH3 ഇങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ എന്തായിരിക്കും പേര്? ഇതിന്റെ പേര് നമ്മൾ 1 ക്ലോറോ പ്രൊപ്പെയിൻ. ഇതിന്റെ പേരെന്തായിരിക്കും? 2 ക്ലോറോ ബ്യൂട്ടൈൻ. കാരണം എന്താണ്? 2ാമത്തെ പൊസിഷൻ കണ്ടോ? ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മൾ എപ്പോഴും ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ പാരന്റ്സിന്. അതായത് ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെയിനിൽ ഏറ്റവും ചെറിയ നമ്പർ ആർക്ക് കൊടുക്കണം? നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പൊ 2 ക്ലോറോ ബ്യൂട്ടൈൻ വരും. ഈ ആളുടെ പേരെന്തായിരിക്കും? 2 ക്ലോറോ ഒരു ഹൈഫൺ. അടുത്ത ആരാണ്? 2 മീഥൈൽ. പേരെന്താണ്? പിന്നെ 3 കാർബൺ ആണ്. അപ്പൊ എന്ത് ചെയ്യും? പ്രൊപ്പെയിൻ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നാം ഇതെന്താ ആദ്യം 2 ക്ലോറോ എഴുതി 2ാമത് 2 മീഥൈൽ എഴുതുന്നത്? ഒന്നുമില്ല.
ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതുന്നതിനുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഈ നമ്പർ നോക്കി കഴിഞ്ഞാൽ വേറെ പോസിബിലിറ്റി ഉണ്ടോ? 1, 2, 3 അങ്ങനെ ഒരു ചെയിൻ, അല്ലെങ്കിൽ 1, 2 താഴത്തെ ഒരു ചെയിൻ, അല്ലെങ്കിൽ 1, 2, 3 ഏതെടുത്താലും എന്താണ്? ഏതെടുത്താലും ക്ലോറിൻ രണ്ടാമത്തെ പൊസിഷൻ തന്നെ. ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. എളുപ്പമല്ലേ? എളുപ്പമാണ്, സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ പേര്, ഈ വലിയ ആളെ പേര് നമ്മൾ ചോദിക്കാൻ പറഞ്ഞു അല്ലേ? ഇയാളുടെ പേരെന്തായിരിക്കും? അപ്പം എന്താണ്? 4 കാർബൺ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊരിക്കാം? ക്ലോറോ ബ്യൂട്ടൈൻ. അതിനർത്ഥം എന്താണ്? 1 ക്ലോറോ ബ്യൂട്ടൈൻ ആണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ക്ലോറോ ബ്യൂട്ടൈൻ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ കാര്യം ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ ഇതാ അടുത്തൊരാളെയും കൂടി ഞാൻ തന്നില്ല, പൊസിഷൻ ഐസോമേഴ്സ്. ഇതിന്റെ എന്തൊക്കെയായിരിക്കും? ഇതിന്റെ പേരുകൾ കണ്ടുപിടിക്കാനുള്ള വർക്ക് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇതിന്റെ ഇനി വരാൻ പോകുന്ന ഐസോമേഴ്സിന്റെ ഒക്കെ പേര്. അപ്പൊ ഐസോമേഴ്സ് വരക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഹൈഡ്രജൻ എഴുതുന്നില്ല, അത് നിങ്ങൾക്കുള്ള വർക്കാണ്. സി 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 ഇത്രയാണ്, 5 ആളുണ്ട് അല്ലേ? സി എന്താണ്? സി വരച്ചു. OH ഇവിടെ വരച്ചു. അടുത്ത പോസിബിലിറ്റി എന്താണ്? CH3, CH, CH2, CH2, CH3. അടുത്ത പോസിബിലിറ്റി എന്താണ്? C, 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 OH. അടുത്ത പോസിബിലിറ്റി എന്താണ്? C, 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 C. 4 ആള് പോട്ടെ. CH3, OH. ഇവിടെ നോക്കി, നിങ്ങൾ എണ്ണം നോക്കി, 1, 2, 3, 4, 5 5 കാർബൺ നിങ്ങൾ എഴുതണമെന്നേ ഉള്ളൂ. ഓക്കെ, അത് എവിടെ എങ്ങനെ എഴുതണം എന്നുള്ള നിങ്ങളുടെ സ്വന്തം ഫ്രീഡം, ഇഷ്ടം പോലെ എഴുതിക്കോ. ഓക്കെ, നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, സി 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 ഇത്ര 5 ആയേ. ഇതാ ഇവിടെ ഒരു OH കൂടി ഞാൻ ചുമ്മാ എഴുതി തീർക്കുക. അപ്പൊ CH3, 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 CH2. ഓക്കെ, ഇനിയും പോസിബിലിറ്റി ഉണ്ടോ? ഇനിയും ഉണ്ട് ആൾക്കാർ. ഓക്കെ, എഴുതിയ ആൾക്കാർ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തണോ? വേണ്ട, നമ്മൾ ബാക്കിയും കൂടി അങ്ങ് എഴുതി കളയാം. ഇവിടെ ഇപ്പം ഇതേ ഒരു സാധനം തന്നെ, സി 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 OH സി 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 ഇങ്ങനെ എഴുതാം. എന്താണ്? സോറി, ഇങ്ങനെ വേണ്ട, സി ഇങ്ങനെ എഴുതാം. 5 ആളുണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, പക്ഷെ ഓക്സിജന്റെ കൂടെ തന്നെ ആര് വന്നിട്ടുണ്ട്? CH3 വന്നിട്ടുണ്ട്. ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ എത്ര ആളുണ്ട്? ഞാൻ മൊത്തത്തിൽ 1, 2, 3, 4, 5, 6 പോസിബിലിറ്റി ഉണ്ട്. ഇനിയും ഉണ്ടാവാം. ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എഴുതിയോ. അപ്പൊ നിങ്ങളുടെ ഹോംവർക്ക് എന്താണ്? എല്ലാരെയും നെയിം നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ നെയിം ഓർഡർ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? OH നിങ്ങൾ എന്തായാലും ഇതിന്റെ പേരെന്താണ്? ആൽക്കഹോൾ. ഓൾ എന്ന് ലാസ്റ്റ് ഉണ്ടാവും. എല്ലാവരുടെ പേരും നിങ്ങൾ നോക്കുക, എല്ലാത്തിലുള്ള ഏറ്റവും വലിയ ചെയിൻ നോക്കുക, അതിൽ OH അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ നിങ്ങൾ ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കുക. അത്രയേ ഉള്ളൂ. CH3 നിങ്ങൾ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഇതിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് OH-ന് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. CH3 അല്ല, OH-ന് കൊടുക്കണം. ഇതാ ഈ ഒരു കേസ് എടുത്താലും OH-ന് ചെറിയ നമ്പർ കൊടുക്കണം. ഇവിടെ എടുത്താലും OH-ന് ചെറിയ നമ്പർ. ഇവിടെ OH-ഉം CH3 ഒന്നാണ്, അപ്പോഴും OH-നാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഏറ്റവും വലിയ ചെയിൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിൽ OH-ന്റെ നമ്പർ എപ്പോഴും കുറവായിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് പൊസിഷൻ ഐസോമേഴ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് 4 ആളെ പഠിച്ചു. ആരൊക്കെ പഠിച്ചു? OH പഠിച്ചു, COH പഠിച്ചു, പിന്നെ നമ്മൾ ഹാലോ ആൽക്കൈൻസ് പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിക്കും? OR എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കൂടി പഠിച്ചു. പിന്നെ ഐസോമേഴ്സ് നമ്മൾ എന്ത് പഠിച്ചു? 3 എണ്ണം പഠിച്ചു അല്ലേ? എന്ത് പഠിച്ചു? നമ്മൾ ചെയിന് പഠിച്ചു, പൊസിഷൻ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ഫങ്ഷണൽ ഐസോമേഴ്സും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി പറയുന്നില്ല. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഉപയോഗിക്കണം, നിങ്ങൾ റിവൈസ് ചെയ്യാനാണ്. OH വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പേര് എഴുതും? COH വന്നു കഴിഞ്ഞാൽ എങ്ങനെ പേര് എഴുതും? X എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവരാണ് നമ്മൾ എന്താ പറയുന്നത്? X എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ? നെയിമിങ്ങിലൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പം COH-ഉം OH ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അവസാനത്തുള്ള സഫിക്സ് മാത്രമാണ് മാറ്റുന്നത്. പക്ഷേ X എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യമാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള ഹാലജൻ ഗ്രൂപ്പിന് നമ്മൾ എഴുതുന്നത്. OR എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറി. റൂൾ അതുപോലെ ഒന്നുമല്ല. ആൽക്കോക്സി ആൽക്കൈൻ നമ്മൾ പേരിടും. വലിയ ഗ്രൂപ്പിന് ആൽക്കൈൻ ആയിട്ടും ചെറിയ ഗ്രൂപ്പിന് ആൽക്കോക്സി ആയിട്ടും എടുക്കും. ചെയിൻ ഐസോമറിസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാർബണും ഹൈഡ്രജനും ഉണ്ടെങ്കിലാണ് സാധാരണ ചെയിൻ ഐസോമറിസം കാണിക്കുക. ബ്രാഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ വരും. പൊസിഷൻ ഐസോമറിസം എന്ന് വെച്ചാൽ എന്താണ്? സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് നിന്ന സ്ഥലങ്ങൾ വ്യത്യാസം. ഉദാഹരണം ക്ലോറിൻ ആണെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ആവും, രണ്ടാമത്തേലാവാം, മൂന്നാമത്തെ, നാലാമത്തെ, ഡിപ്പെൻസ് ഓൺ ദ ചെയിൻ. അങ്ങനെയുള്ള പല പോസിബിലിറ്റിയും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. പൊസിഷൻ ഐസോമേഴ്സ് എഴുതുമ്പോൾ ഇപ്പം സി 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 സി. അപ്പൊ ഇതിന്റെ ഒരു പൊസിഷൻ ഐസോമർ ഇതാ ഇവിടെ ക്ലോറിൻ വന്നു. അപ്പൊ അടുത്ത നിങ്ങൾ ചോദിച്ചു നിങ്ങൾ അടുത്ത ഐസോമർ എന്ന് പറഞ്ഞിട്ട്, സോറി, ഇതാ ഇവിടെ ക്ലോറിൻ എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കുക.
സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുന്നില്ല, രണ്ടാമത്തെ പൊസിഷൻ തന്നെ ക്ലോറിൻ ഉള്ളത്. അങ്ങനെ എഴുതി മിസ്റ്റേക്ക് ആക്കരുത്. ഇത് എഴുതിയാ ഒരു ഐസോ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒറ്റ ഒന്ന് മാത്രം എഴുതുക, അല്ലെങ്കിൽ രണ്ടും കൂടി കണക്ക് കൂട്ടി ലാസ്റ്റ് ഇഷ്ടംപോലെ ഐസോമേഴ്സ് ആവും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, സോ ബി കെയർഫുൾ വെൻ യു ആർ റൈറ്റിംഗ് പൊസിഷൻ ഐസോമേഴ്സ്. ഫങ്ഷണൽ ഐസോമേഴ്സ് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് മാത്രമായിരിക്കും മാറുന്നത്, നമ്പർ ഓഫ് ആറ്റംസ് ഒന്നും മോളിക്കുലർ ഫോമിൽ ഒന്നും മാറുന്നില്ല. അതിനാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണ്. സോ സമയം എടുത്ത് മെല്ലെ മെല്ലെ കാണുക. സോ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു. Manorama Horizon. Learning made simple.